ഹലോ ഗായ്സ്, ഇറ്റ്സ് കേസി ബാബ്. നമുക്കൊന്ന് സ്റ്റാൻഡേർഡ് 9 എന്തുവാണ് സോഷ്യൽ സയൻസ് 1 പാർട്ട് 2 ടെക്സ്റ്റിൽ 6ാമത്തെ ചാപ്റ്ററാണ് ചോളനാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക്. ഇതിൻ്റെ പാർട്ട് 2 സെക്ഷൻ വീഡിയോ ആണ്. ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ ചോളന്മാരുടെ ഭരണം, അതായത് മധ്യ ഇന്ത്യ അതുപോലെ തന്നെ തെക്കേ ഇന്ത്യയിലുള്ള ഭരണത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ചോള വംശത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള രാജാക്കന്മാരെന്ന് പറയുന്ന രാജരാജ ചോളനും ഒരു രാജേന്ദ്ര ചോളനുമാണ് പറഞ്ഞത്. ഈ രാജരാജ ചോളൻ്റെ സമയത്ത് അവിടുത്തെ തലസ്ഥാനം എന്ന് പറയുന്നത് എവിടെ ആയിരുന്നത്? തഞ്ചാവൂരായിരുന്നു. ഓക്കെ, അത് പിന്നീട് എങ്ങോട്ട് മാറ്റിയായിരുന്നു? ഗംഗൈക്കൊണ്ട ചോളപുരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റിയായിരുന്നു. ഇത് രാജേന്ദ്ര ചോളനാണ് അങ്ങോട്ട് മാറ്റിയത്. ഓക്കെ, പിന്നെ നമ്മൾ എന്തോ പഠിച്ചു, ഇവിടുത്തെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഏരിയയാണ് എന്താന്ന് പറയുന്നത് ചോള രാജ്യം എന്ന് പറയുന്നത്. അതിനകത്ത് കാഞ്ചീപുരം ഉണ്ട്, ഗംഗൈക്കൊണ്ട ചോളപുരം ഉണ്ട്, നാഗപട്ടണം ഉണ്ട്, മധുരൈയുണ്ട്, പിന്നെ കാവേരി നദി ഒഴുകുന്ന ഒരു പ്രദേശമായിരുന്നു ഈ ചോള രാജ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാവേരി നദിയുടെ തടമെന്ന് പറയുന്ന ഫലഭൂഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് കൃഷി ചെയ്യാൻ പറ്റിയിരുന്നു. അത് അങ്ങനെയുള്ള കൃഷി മൂലം തഞ്ചാവൂരിനെ നമ്മൾ തമിഴകത്തിൻ്റെ നെല്ലറ എന്നാണ് അറിയപ്പെടുന്നതെന്നും പറഞ്ഞു. ഇനി ഈ പറഞ്ഞ കാവേരിയുടെ താഴ്വാരത്താണ് ചോളരാജ്യം സ്ഥിതി ചെയ്യുന്നത്. ഒരു പല രീതിക്ക് കൃഷി ചെയ്തിട്ടുണ്ട്, ഒരുപാട് മിച്ചോൽപാദനം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ജലസേചന സംവിധാനം സർക്കാർ അല്ലെങ്കിൽ ആ ഭരണകൂടം തന്നെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അവർ കുളങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, ജലസംഭരണികൾ, കനാലുകൾ എന്നിവ നിർമ്മിച്ചു കൊടുത്തു. പിന്നെ വെള്ളം കെട്ടിയിരിക്കുന്ന ഏരിപ്പെട്ടി എന്ന് പറയുന്നൊരു സംഭവം, അതായത് വെള്ളം വറ്റിപ്പോകാതെ സംരക്ഷിക്കപ്പെടുന്ന കുളങ്ങളാണ് നിർമ്മിച്ച. പ്രകൃതിദത്തമായ അരുവികളില്ലാത്തടത്ത് ഭീമാകാരങ്ങളായിട്ടുള്ള കുളങ്ങൾ കെട്ടി, ആ കുളങ്ങളെ പേരാണ് ഏരിപ്പെട്ടി എന്ന് പറയുന്നത്. പിന്നെ എന്തു ചെയ്തു? ഇവരിങ്ങനെ കൃഷി വ്യാപകമാക്കി. അതോടൊപ്പം തന്നെ എന്തായി? കാർഷിക പുരോഗതി കൈവരിക്കുമ്പോൾ മിച്ചോൽപാദനം ഉണ്ടാവും. അപ്പോൾ ആഭ്യന്തര വാണിജ്യവും വിദൂര വാണിജ്യവും എന്ത് ചെയ്യും? കൂടുതൽ ശക്തിപ്പെടും. അങ്ങനെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർ പല ഭാഗത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പലതരം സാധനങ്ങൾ കയറ്റി അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ തുണി, കരിമ്പെന്നൊക്കെ പറയുന്ന അവരുടെ മെയിനായിട്ടുള്ള വാണിജ്യ ഇന്ത്യക്കകത്ത് കയറ്റുമതി ചെയ്ത പ്രധാനപ്പെട്ട വാണിജ്യ ഉൽപ്പന്നങ്ങളായിരുന്നു. പിന്നെ അവർ ലോഹപ്പണി, വിഗ്രഹം, പാത്രം, ആഭരണ നിർമ്മാണം, ഇരുമ്പ് ഉപകരണങ്ങളുടെ നിർമ്മാണം, അതുപോലെ മുത്ത്, പവിഴം, ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? അവർ കയറ്റി അയച്ചിട്ടുണ്ട്. അവർ കംബോഡിയ അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സമുദ്രതലത്തിലൂടെ വാണിജ്യം നടത്തിയിട്ടുണ്ട്. പിന്നെ വിശാഖപട്ടണത്തിൻ്റെ പഴയ പേര്, ഒരു കോലത്തുങ്കച്ചോള പട്ടണം എന്നായിരുന്നു വിശാഖപട്ടണത്തിൻ്റെ പഴയ പേരെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഏകദേശം ഇവിടെ ആയിട്ടാണ് വരുന്നത് വിശാഖപട്ടണം. പിന്നെ അവർ ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതിൽ ഈ മഞ്ഞ കളറിലുള്ള ലങ്ക ഉൾപ്പെടെ, അഥവാ ശ്രീലങ്ക ഉൾപ്പെടെ എവിടെയാണ് വരുന്നത്? ചോളന്മാരുടെ അധീനതയിലുള്ള പ്രദേശമായിരുന്നു. ചോളന്മാരുടെ സ്വാധീനമുള്ള പ്രദേശം പറയുമ്പോൾ ഈ കലിംഗ വരും, വംഗദേശം, പാല എന്ന് പറയുന്ന സ്ഥലം വരും. മ്യാൻമാർക്കിനെ അവർ ബർമ എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ സുമാത്ര, ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലാൻഡ്, കംബോഡിയ, വിയറ്റ്നാം, അതുപോലെ ചൈനയുടെ കുറച്ച് ഭാഗങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ചോളന്മാരുടെ വാണിജ്യ ശൃംഖലയിൽ ഉൾപ്പെടുന്നു എന്ന് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ചോളന്മാരുടെ ക്ഷേത്രകലയെ പറ്റിയാണ് പറഞ്ഞത്. ഒരുപാട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബൃഹദേശ്വര ക്ഷേത്രം, തഞ്ചാവൂരുള്ള ബൃഹദേശ്വര ക്ഷേത്രമാണ്. അതിൻ്റെ വേറൊരു പേര് രാജരാജേശ്വര ക്ഷേത്രം അല്ലെങ്കിൽ തഞ്ചൈ പെരിയ കോവിൽ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ആരുടെ കാലത്താണ്? ഈ പറയുന്ന രാജരാജ ചോളൻ്റെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടത്. പിന്നെ ഗംഗൈക്കൊണ്ട ചോളപുരം ക്ഷേത്രം എന്ന് പറയുന്നത് നിർമ്മിച്ചത് രാജേന്ദ്ര ചോളൻ്റെ സമയത്താണ്. പിന്നെ ഇവരുടെ സംഭാവനകൾ കൂടുതലും ക്ഷേത്ര നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ക്ഷേത്രങ്ങളോട് അടുത്ത് തന്നെ വിദ്യാഭ്യാസങ്ങളും സ്ഥാപനങ്ങളും ആശുപത്രികളും ഒക്കെ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവരും എന്ത് ചെയ്തിട്ടുണ്ട്? ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തോ പറഞ്ഞിടെ, അതായത് ഇവർക്ക് ഏതൊക്കെ പ്രദേശങ്ങളുമായിട്ടാണ് ചോളന്മാർക്ക് വാണിജ്യ ബന്ധം ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ ചോള തടാകം എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന ബംഗാൾ ഉൾക്കടലിനെയാണെന്ന് പറഞ്ഞു. ഗംഗൈക്കൊണ്ട ചോളപുരത്തിൻ്റെ ആ തലസ്ഥാനം മാറ്റിയത് രാജേന്ദ്ര ചോളനാണെന്നും പറയുന്നുണ്ട്. പിന്നെ ചോള ഭരണത്തിൽ അവർ എങ്ങനെയായിരുന്നു? ഒരു ഏകീകൃത ഭരണരീതി നിലനിന്നിരുന്നു. അതായത് മണ്ഡലങ്ങൾ, വളനാട്, നാട് എന്നിങ്ങനെ അവരെന്ത് ചെയ്തു? അവർ ഓരോന്ന് തിരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഭരണം നടത്തിയിരുന്നത്. അതുപോലെ ഊര്, സഭ എന്നിങ്ങനെയും തിരിച്ച് ഭരണം നടത്തിയിരുന്നു. ഓക്കെ, വേതനമില്ലാത്ത അധ്വാനത്തിന് അറിയപ്പെടുന്ന പേരാണ് വെറ്റി എന്നറിയപ്പെടുന്നത്. അത്തരത്തിലുള്ള നികുതിയും എന്ത് ചെയ്തിട്ടുണ്ട്? ഈടാക്കിയിട്ടുണ്ട്. കച്ചവട നികുതി, തൊഴിൽ നികുതി, അങ്ങനെ എല്ലാത്തിനും നികുതിയുണ്ട്. അതുപോലെ ഉപ്പിനും ഇവരെല്ലാം നികുതി പറഞ്ഞുകൊണ്ടിരുന്നത് ആണെന്നാണ് തോന്നുന്നത്. ഉപ്പ്, കനികൾ, വനങ്ങൾ, അതിനെല്ലാത്തിനും ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? നികുതി ചുമത്തിയിട്ടുണ്ട്. ആരാണ്? ചോളന്മാർ. ഓക്കെ, അത് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അവരുടെ ഒരു
സമൂഹം സമത്വാധിഷ്ഠിത സമൂഹമായിരുന്നില്ല. കാര്യം ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ ഉണ്ടായിരുന്നു. ഉന്നതരായ കുലജാതർ എന്ന് പറയുന്നത് ബ്രാഹ്മണരായിരുന്നു. ഏറ്റവും താഴേക്കിടയിൽ ഉണ്ടായിരുന്നവരായിരുന്നു കർഷകരായിരുന്നു എന്ന് പറഞ്ഞു. അത് നമ്മൾ ചാലൂക്യന്മാരുടെ കാര്യത്തിലേക്ക് വന്നു. ചാലൂക്യർ എന്ന് പറയുമ്പോൾ കർണാടകയിലെ വാതാപി അല്ല, മെയിൻ പറയുന്നത് എവിടെയെന്ന് വെച്ചാൽ CE 6 തൊട്ട് CE 12 വരെ നമ്മുടെ ദക്ഷിണേന്ത്യയിലും ഡെക്കാനിലും, അതായത് നമ്മുടെ ഇന്ത്യ വരച്ചു കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾ റീജിയനിൽ ഭരണം നടത്തിയവരാണ് ഈ പറയുന്ന ചാലൂക്യർ എന്ന് പറയുന്നത്. ഇവർ ജൈന ശൈവ വൈഷ്ണവ പ്രതിഷ്ഠകൾ നിർമ്മിച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഇവർ ആദ്യം ഗുഹാക്ഷേത്രങ്ങളാണ്, അഥവാ പാറക്കല്ല് വെട്ടി ഗുഹാക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. പിന്നീട് അവരെന്ത് ചെയ്തു, മറ്റേ ഘടനാപരമായിട്ടുള്ള ക്ഷേത്രങ്ങളിലേക്ക് കടന്നു. ഐഹോളിലെ മെഗുട്ടി ജൈന ക്ഷേത്രമൊക്കെ അതിൽ പെടുന്നതാണ്. പിന്നെ ഗുപ്തശൈലി ആണ് ഇവർ സ്വീകരിക്കുന്നതെന്ന് പറയുന്നുവെങ്കിലും കൂടുതലും എന്താണ് ദ്രാവിഡ ശൈലിയാണ് ഇവരുടെ ഇതിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്, ഇവരുടെ ആ ഒരു കലയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ കൃഷ്ണ ഗോദാവരി നദീതീരങ്ങളിലാണ് ഈ പറയുന്ന ഡെക്കാൻ പ്രദേശവും ഫലഭൂഷ്ടമായിട്ടുള്ള പ്രദേശമാണ്. അവിടെയും കൃഷി എന്ത് ചെയ്തിട്ടുണ്ട്, വ്യാപിച്ചിട്ടുണ്ട്. കൃഷി വ്യാപിക്കുന്നു, അതുപോലെ എന്താണ് വാണിജ്യം വ്യാപിക്കുന്നു. ഈ കൊടുത്തേക്കുന്നത് എന്താണ്, നമ്മുടെ ചാലൂക്യ സാമ്രാജ്യമാണ് കൊടുത്തേക്കുന്നത്. ഡെക്കാൻ റീജിയനിലാണ് വരുന്നത്. ഇവർക്ക് പാറകൾ സുലഭമായതിൻ്റെ കാര്യം എന്താണ്, സഖ്യപർവ്വതത്തിൽ നിന്ന് ഇഷ്ടംപോലെ പാറകൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ ഏരിയക്കകത്താണ് വരുന്നത്, അത് കാരണം കിട്ടുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ചാലൂക്യ എംപയർ വരുന്ന സംസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ കുറച്ച് ഭാഗമുണ്ട്, തമിഴ്നാടുണ്ട്, ആന്ധ്രാപ്രദേശുണ്ട്, തെലങ്കാന, കർണാടകയുണ്ട്, ഗോവ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നീ ഭാഗങ്ങളിലായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കിടക്കുന്നത്. പിന്നെ ഇവർക്കൊരു കേന്ദ്രീകൃത അധികാരം ഉണ്ടായിരുന്ന സ്ഥലമല്ല. ഇവരുടെ സ്ഥലങ്ങൾ, അതായത് വാതാപി, അതുപോലെ വെങ്കി, കല്യാണി എന്നിങ്ങനെ എന്താണ് പല സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഭരണമായിരുന്നു. ഒരു നിശ്ചിത രീതിയിൽ ഇവർ തിരിച്ചിട്ടൊന്നും അല്ല എന്ത് ചെയ്യുന്നത്, ഭരണം നടത്തിയിരുന്നത്. മെയിനായിട്ട് ഇവിടെ ഭരണം നടത്തിയിരുന്ന ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബ്രാഹ്മണന്മാരും അങ്ങനെയുള്ളവരൊക്കെയാണ് ഭരണം നടത്തിയിരുന്നത്. അതുകൊണ്ടൊരു ഏകീകൃത ഭരണ വ്യവസ്ഥ ഇല്ലായിരുന്നു, കേന്ദ്രീകൃത ഭരണവ്യവസ്ഥ ഇല്ലെന്ന് പറയാം. ഇനി പ്രഭുക്കന്മാരുടെ കാര്യം പറയുന്നുണ്ട്. അതായത് ഇവർക്ക് കൂടുതലും എന്താണ്, സൈനിക ശക്തിയെല്ലാം അധിഷ്ഠിതമായിരുന്നത് പ്രഭുക്കന്മാരിലാണ്. അതുകൊണ്ട് തന്നെ രാജാവിന് പ്രഭുക്കന്മാരെ ആശ്രയിക്കാതെ നിവർത്തിയില്ലാത്ത അവസ്ഥയായിരുന്നു. രാജാവിന് സ്വന്തമായിട്ട് ഒരു മന്ത്രിസഭയൊന്നും ഉണ്ടായിരുന്നില്ല. കുടുംബാംഗങ്ങൾ തന്നെ ആണ് അധികാരം വിനിയോഗിച്ചിരുന്നത്. പുലികേശി രണ്ടാമനാണ് ഈ ചാലൂക്യന്മാരിൽ പ്രധാനിയായിട്ടുള്ള ആൾ, പുലികേശി രണ്ടാമൻ. ഓക്കെ, പിന്നെ നമ്മൾ വന്നത് ത്രികക്ഷികളെ പറ്റിയാണ്. അത് 3 പേരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ആരൊക്കെയായിരുന്നു ഓർമ്മയുണ്ട? പാലന്മാരുണ്ടായിരുന്നു, പിന്നെ ആരായിരുന്നു, പ്രതിഹാരകന്മാരുണ്ടായിരുന്നു, പിന്നെ രാഷ്ട്രകൂടന്മാരുണ്ടായിരുന്നു. ഇങ്ങനെ 3 പേരെ കാര്യമാണ് ഈ ത്രികക്ഷികളെന്നും പറഞ്ഞത്. അതിൽ ഈ പാലന്മാരെന്ന് പറയുന്നതിൽ പ്രധാനി ആരായിരുന്നു? നമ്മളെ ധർമ്മപാലൻ എന്ന് പറയുന്ന രാജാവാണ്. ഈ നളന്ദ സർവകലാശാല നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു പ്രധാന ബുദ്ധമത പഠന കേന്ദ്രമായിരുന്നു. അത് പിന്നീട് എന്ത് സംഭവിച്ചു, തകർച്ചയിലേക്ക് പോയി. ഈ തകർച്ചയിൽ നിന്ന് ഇതിനെ പുനരുദ്ധരിച്ചത് ഈ പറഞ്ഞ ധർമ്മപാലനാണ്. കൂടാതെ അദ്ദേഹം വിക്രമശില സർവകലാശാല എന്ന് പറഞ്ഞൊരു സർവകലാശാല കൂടി സ്ഥാപിക്കുകയുണ്ടായി. ഓക്കെ, ഒരുപാട് ബുദ്ധ വിഹാരങ്ങൾ ഈ പറഞ്ഞ പാലന്മാർ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ അയൽ രാജ്യമായിട്ടുള്ള ടിബറ്റുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പറയുന്ന നിരവധി ബുദ്ധമതത്തിലെ വിശ്വാസികൾ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ട് വന്നിട്ടുമുണ്ട്. ഇവിടെ പഠിച്ച് ഇവിടെ ഈ പറയുന്ന നളന്ദ സർവകലാശാലയിലൊക്കെ പഠിച്ചിട്ടും ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ മലയ, ജാവ, സുമാത്ര എന്നീ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ശൈലേന്ദ്ര രാജാക്കന്മാർ പാലന്മാരുടെ കൊട്ടാരത്തിലേക്ക് നയതന്ത്ര പ്രതിനിധികളെ എന്ത് ചെയ്യുന്നു, അയച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ നമ്മൾ എങ്ങോട്ട് പോയടെ, പാലന്മാരുടെ അതേ കാലഘട്ടത്തിൽ തന്നെ ഒരു 8 to 10 നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയിൽ പടിഞ്ഞാറൻ പ്രദേശം ഭരിച്ചവരായിരുന്നു പ്രതിഹാരകന്മാരെന്ന് പറയുന്നത്. പ്രതിഹാരന്മാർ ഈ ഗുജറാത്ത്, അതായത് ഏത് ഭാഗത്താണെന്നാണ് പറഞ്ഞത്, ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ പടിഞ്ഞാറൻ പ്രദേശം, അതായത് ഈ ഭാഗത്തങ്ങാണ്ട് ഭരണം നടത്തിയ ആൾക്കാരാണ് ഈ പറയുന്ന പ്രതിഹാരകന്മാരെന്ന് പറയുന്ന. ഭോജനായിരുന്നു പ്രധാന പ്രതികാര ഭരണാധികാരിയായിട്ട് നമ്മൾ പറയുന്നത്. അവരും എന്തായിരുന്നു, അവരുടെ കലാസാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. കാവ്യമീമാംസ, കർപ്പൂര മഞ്ജരി എന്നിവ എഴുതിയ രാജശേഖരൻ പ്രതിഹാരരുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ആളായിരുന്നെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ ശില്പവിദ്യയെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതായത് എന്ത് ടൈപ്പിലുള്ള അവർ മനോഹരമായ നിരവധി ക്ഷേത്രങ്ങൾ പണിഞ്ഞിട്ടുണ്ടെന്നേ പറയുന്നുള്ളൂ. പിന്നെ അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഗണിതശാസ്ത്രവും അറബി ലോകത്തേക്ക് പ്രചരിപ്പിച്ചത് ഈ പറയുന്ന പ്രതിഹാരകന്മാരാണെന്ന് പറഞ്ഞു. പിന്നെ ഇവരുടെ കർണാടകയിലെ ഒരു ഇത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർണാടകയിലെ ഗുൽബർഗ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മാൽദേവ് അഥവാ മന്യാഖേദ കോട്ടയുടെ ചിത്രം തന്നിട്ടുണ്ട്. ഇത് ഷഹബാദ് ശില എന്ന് ഈ പ്രദേശത്തിൽ അറിയപ്പെടുന്ന ചുണ്ണാമ്പുകൽ കൊണ്ട് നിർമ്മിച്ചതാണ്. അതായത് ആ സമയത്തുണ്ടാക്കിയ ഒരു കെട്ടിടത്തിന്റെ കാര്യമാണ് ഈ പറഞ്ഞ
പ്രതിഹാരകന്മാരുടെ കാര്യമല്ലേ പറഞ്ഞിരുന്നത്, പേര് മാറിയിട്ടില്ലല്ലോ, ഇല്ല, പ്രതിഹാരകന്മാരുടെ കാലത്തുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എങ്ങോട്ട് വരുന്നത്, 8 to 10 നൂറ്റാണ്ടിൽ ഈ പറഞ്ഞ ദെക്കാണിലും ദക്ഷിണേന്ത്യയിലും അധികാരം സ്ഥാപിച്ച രാഷ്ട്രകൂടന്മാരുടെ കാര്യം പറഞ്ഞു. ഈ രാഷ്ട്രകൂടരും ചാലൂക്യന്മാരും ഇടയ്ക്കും മുറയ്ക്കുമാണ് ഭരണം നടത്തിയിട്ടുള്ളത്. അത് നമ്മൾ പറഞ്ഞതാണ്. ആദ്യം അവർ പടിഞ്ഞാറൻ ചാലൂക്യന്മാരായിരുന്നു. പിന്നീട് അവരെ ഈ പറഞ്ഞ രാഷ്ട്രകൂടർ പരാജയപ്പെടുത്തി രാഷ്ട്രകൂട ഡൈനാസ്റ്റിയായി. പിന്നീട് വീണ്ടും രാഷ്ട്രകൂടരെ ഈ പറയുന്ന ചാലൂക്യന്മാരെന്ത് ചെയ്തു, ഇതാക്കിയിട്ട് വീണ്ടും അവിടെ എന്തായി, ചാലൂക്യ ഭരണമായി. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അതവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താണ്, ഇവിടെയും കുറച്ച് കൃതികളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അമോഘവർഷനും പിന്നെ ഒരു ഗോവിന്ദൻ, 3 ഈ പറയുന്ന നമ്മുടെ രാഷ്ട്രകൂട ഭരണാധികാരികളിൽ ശ്രദ്ധേയരായിട്ടുള്ളവർ. അതുപോലെ കവിരാജമാർഗം എന്ന് പറയുന്ന ശ്രദ്ധേയമായൊരു കൃതി പറയുന്നുണ്ട്, കന്നഡ ഭാഷയിൽ രചിച്ചിട്ടുള്ള അമോഘവർഷൻ രചിച്ച കൃതിയാണ്. പിന്നെ എന്തുവാണ്, ഇവിടെ മത സൗഹാർദ്ദത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് അവരുടെ ഇഷ്ടമുള്ള ഭാഷ പ്രചരിപ്പിക്കുന്നതിനും ആ ഭാഷയിൽ തന്നെ കൃതികൾ രചിക്കുന്നതിനും ഒക്കെ എന്തുണ്ട്, അധികാരം മീൻസ് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും എന്തുണ്ടായിരുന്നുടെ അവിടെ ഐത്തം പോലുള്ള തരത്തിലുള്ള വിവേചനങ്ങൾ നിലനിന്നിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു ഈ പറഞ്ഞ രാഷ്ട്രകൂടരുടേത്. അവിടെ എന്താണ്, ജാതീയമായിട്ട് ഈ പറഞ്ഞ ചാതുർവർണ്ണയത്തിന് പുറമെ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇവർ തമ്മിൽ എപ്പോഴും ആ കനൗജ് കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തി. ഓക്കെ, അത്രയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞു നിർത്തിയത്. ഇവർ കനൗജിന് വേണ്ടി ഈ 3 കക്ഷികൾ, അതായത് നമ്മുടെ ആരൊക്കെയാണ്, പാലന്മാർ, പ്രതിഹാരകന്മാരും രാഷ്ട്രകൂടരും തമ്മിൽ ഗ്രൂപ്പ് എന്നും എന്താണ് യുദ്ധം നടന്നിട്ടുണ്ട്. അവസാനം എന്താണ്, ആരാണ് ജയിച്ചത്, ഈ പറഞ്ഞ പ്രതിഹാരക രാജാവായ നാഗഭട്ടൻ രണ്ടാമനാണ് കനൗജ് കീഴടക്കിയത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്കുള്ളത് എന്താണ്, നമുക്ക് ഇനിയുള്ളത് നമ്മുടെ ഡൽഹി സൽത്തനത്താണ്. ഓക്കെ, ഡൽഹി സൽത്തനത്ത് നമ്മൾ ഒരുപാട് തവണ പലയിടത്തായി പറഞ്ഞ് കേട്ട് പോയിട്ടുള്ളതാണ്. ഡൽഹി സൽത്തനത്ത് നമ്മൾ ഇതിന് മുമ്പ് ഏതൊക്കെ ചാപ്റ്റർ പഠിച്ചതാണ് കേട്ടോ, അതുകൊണ്ട് ഒരുപാട് കഥ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഡൽഹി സൽത്തനത്ത് എന്നും പറഞ്ഞ് തന്നെ ഒരു സെക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്കൊന്ന് 7-ലെ 6-ലെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനത് പിൻ ചെയ്തിട്ടേക്കാം. ഓക്കെ, ഡൽഹി സൽത്തനത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന പ്രാദേശിക രാജ്യങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. ആണല്ലോ, നമ്മൾ ആദ്യം ദക്ഷിണേന്ത്യയുടെ ഭാഗത്ത് പറഞ്ഞു, പിന്നെ നമ്മൾ ഏകദേശം ഒത്തിരി മധ്യ ഇന്ത്യ ഭാഗത്ത് പറഞ്ഞു. അതുപോലെ ഇതിൻ്റെ സൈഡിലുള്ള ഒരു രാജവംശം, ബംഗാൾ ഏരിയ ബംഗാളിൻ്റെ ആ ഭാഗത്തുള്ള ഒരു രാജവംശത്തെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി CE 13-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഡൽഹി കേന്ദ്രമാക്കിയുള്ള ഒരു ഭരണ സമ്പ്രദായത്തിൻ്റെ കീഴിലേക്ക് മാറി. അതായത് 13-ാം നൂറ്റാണ്ടിൽ, ഏകദേശം CE 13-ാം നൂറ്റാണ്ടോടെ ഓക്കെ ഈ ഭരണത്തിന് കീഴിലായി. ഇതിൻ്റെ പശ്ചാത്തലവും പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഈ ഭരണം അഥവാ ഡൽഹി സൽത്തനത്തെ എങ്ങനെയാണ് ആ ഭരണം ഇന്ത്യയൊട്ടാകെ വ്യാപിച്ചത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വന്നത് എന്ന് നോക്കാം. ഇന്ത്യയുമായി അറബികൾക്ക് വാണിജ്യ സാംസ്കാരിക ബന്ധമുണ്ടായിരുന്നുവെന്ന് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ CE 8-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം അറബികൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറേ സമുദ്രത്തെ പ്രദേശമായിരുന്ന സിന്ധ് ആക്രമിച്ചു. അപ്പോൾ എന്നാണ് ഒരു CE 8-ാം നൂറ്റാണ്ടായപ്പോൾ അറബികൾ എന്ത് ചെയ്തു, ഈ അറബികൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറേ സമുദ്ര തീരം പ്രദേശമായിട്ടുള്ള സിന്ധ് ആക്രമിച്ചു. ഇന്ത്യയുടെ സമ്പത്തും അറബികളുടെ കച്ചവട താല്പര്യവുമായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ. അതായത് ഇന്ത്യ ഒരു സമ്പന്ന രാഷ്ട്രമായിരുന്നു. അതും അറബികളുടെ കച്ചവട താല്പര്യം. അപ്പോൾ ഇന്ത്യ ഒരു നല്ല കച്ചവട മേഖല, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഒരുപാട് വരുമാനം ഉണ്ടാക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അറബികൾ എന്ത് ചെയ്യുന്നത്, ഇന്ത്യ ഈ പറയുന്ന സിന്ധ് ആക്രമിക്കുന്നത്. അതായത് പടിഞ്ഞാറ്, അതായത് ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഇന്ത്യയുടെ മാപ്പാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് ഗുജറാത്ത്, ഇങ്ങോട്ട് താഴോട്ട്, ഇത് ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്നതിൽ എന്താണ്, അറബികളുടെ സിന്ധ് ആക്രമണത്തിൻ്റെ ഒരു പിക്ചറാണ് ഈ കൊടുത്തേക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം, അപ്പോൾ ക്ലിയർ ആവും. CE 712-ലാണ് അറബികൾ സിന്ധ് ആക്രമിച്ചത്. അതായത് ആ പറയുന്ന 8-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ CE 712 ആ കാലഘട്ടമാണ് അറബികൾ സിന്ധ് ആക്രമിച്ചത്. ഉമ്മയാദ് ഖലീഫയുടെ സൈനിക മേധാവിയായിരുന്ന മുഹമ്മദ് ബിൻ കാസിമാണ് ഇതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ അറബികളുടെ സിന്ധ് ആക്രമണത്തിന് നേതൃത്വം നൽകിയ ആരാണ്, മുഹമ്മദ് ബിൻ കാസിം ആയിരുന്നു. അദ്ദേഹം ആരായിരുന്നു, ഉമയ്യാദ് ഖലീഫയുടെ സൈനിക മേധാവിയായിരുന്നു ഈ പറയുന്ന മുഹമ്മദ് ബിൻ കാസിം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്തത്, സിന്ധ് ആക്രമിച്ചത്. ഖലീഫയ്ക്കും ഗവർണറായിരുന്ന അൽ ഹജാജിനും പാരിതോഷികങ്ങളുമായി സിലോണിൽ നിന്നും അറേബ്യയിലേക്ക് പോയ കപ്പൽ സിന്ധിന് സമീപം കടൽക്കൊള്ളക്കാർ ആക്രമിച്ചതായിരുന്നു അറബികളുടെ സിന്ധ് ആക്രമണത്തിൻ്റെ പെട്ടെന്നുള്ള കാരണം. അപ്പോൾ എന്തോ സംഭവിച്ചെന്നാണ് പറയുന്നത്,
അൽ ഹജാജിനും അതായത് നമ്മുടെ ഖലീഫയ്ക്കും അതുപോലെ തന്നെ ഖലീഫയ്ക്കും ഗവർണറായിരുന്ന അൽ ഹജാജിനും പാരിതോഷങ്ങളുമായി സിലോണിൽ നിന്നും അറേബ്യയിലേക്ക് പോയ കപ്പൽ സിന്ധിന് സമീപം ആരാക്രമിച്ചു? കടൽക്കൊള്ളക്കാർ ആക്രമിച്ചു. അതുമൂലമാണ് എന്ത് ചെയ്തത്? ഇവര് പെട്ടെന്ന് ആക്രമിക്കാൻ പോയത്? സിന്ധ് ആക്രമിക്കാൻ പോയതെന്നാണ് പറയുന്നത്. ഓക്കെ, സിന്ധ് എന്ന് പറയുന്നതിന്റെ പ്രദേശം എവിടാണെന്നാണ് പറഞ്ഞത്? നമ്മുടെ ഏകദേശം പടിഞ്ഞാറേ സമുദ്ര തീരപ്രദേശം, അതായത് ഈ പറയുന്ന ഏരിയയാണ്. ഇതാണല്ലോ പടിഞ്ഞാറ്. നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുക്കുമ്പോൾ ഇത് ഗുജറാത്തിന്റെ ഈ ഭാഗം എന്ന് പറയുന്ന പടിഞ്ഞാറൻ തീരമാണ്, ഇത് കിഴക്കൻ തീരമാണ്. അപ്പോൾ പടിഞ്ഞാറൻ തീരപ്രദേശം, അതായത് ഈ ഭാഗമാണ് സിന്ധ്. ആ സിന്ധാണ് ഇവരെന്ത് ചെയ്തത്? ആക്രമിച്ചത്. ഓക്കെ, ഇപ്പം എന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇവരുടെ ഒരു കപ്പൽ കടൽക്കൊള്ളക്കാർ ആക്രമിച്ചു. അതുമൂലം ഇവരെന്ത് ചെയ്തു? സിന്ധ് ആക്രമിച്ചു എന്നാണ് പറയുന്നത്. ഒരു കാര്യം നോക്കിയിരുന്നതായിരിക്കും. ഓക്കെ, ഈ ആക്രമണത്തോടെ ഇന്ത്യയിലെ വിവിധ ഭരണാധികാരികളുടെ ദൗർബല്യം മറ്റ് രാജാക്കന്മാർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഈ ആക്രമണം നടന്നപ്പോൾ എന്ത് പറ്റി? ഭരണാധികാരികൾക്ക് എന്തുമാത്രം ശക്തിയുണ്ട്, ഒരു യുദ്ധം വന്നാൽ നേരിടാൻ ആർക്കൊക്കെ ആകും എന്നുള്ളത് ആർക്ക് മനസ്സിലായി? മറ്റ് രാജ്യങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടു. തുടർന്ന് തുർക്കികളായ ഗസ്നിയിലെ മഹമൂദും ഗോറിയിലെ മുഹമ്മദും 11 12 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയെ ആക്രമിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഇവർക്ക് മനസ്സിലായി, അതായത് ഇവരുടെ അടുത്തുള്ള രാജ്യങ്ങൾക്കെന്ന് പറയുമ്പം ഇന്ത്യയിലുള്ള രാജാക്കന്മാരുണ്ട്, അതല്ലാതെ തന്നെ പുറത്തുള്ള രാജാക്കന്മാരില്ലേ, അവർക്ക് മനസ്സിലായി ഇവരെ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവര് പ്രതികരിക്കാനൊന്നും പോകുന്നില്ല, നമുക്ക് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാം? പരാജയപ്പെടുത്താമെന്ന്. അപ്പോൾ എന്ത് ചെയ്തു? ഈ അറബികളുടെ സിന്ധ് ആക്രമണത്തോടെ മറ്റ് ഭരണാധികാരികൾക്ക് മനസ്സിലായി, ഓക്കെ, ഈ രാജ്യത്തെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പരാജയപ്പെടുത്താം. തുടർന്ന് തുർക്കികളായ ആരൊക്കെയാണ്? ഗസ്നിയിലെ മഹമൂദും ഗോറിയിലെ മുഹമ്മദും 11 12 നൂറ്റാണ്ടുകളിൽ എന്ത് ചെയ്തു? ഇന്ത്യയെ ആക്രമിച്ചു. 11 12 നൂറ്റാണ്ടിൽ ഇവർ ഇന്ത്യയെ ആക്രമിച്ചു. മഹമൂദ് 17 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയെ ആക്രമിച്ചതായി പറയപ്പെടുന്നു. മഹമൂദ് എന്ന് പറയുന്നത് ഗസ്നിയിലെ മഹമൂദാണ്. മുഹമ്മദ് ഗസ്നി എന്ന് കേട്ട് കാണും, PSC കാർ കേട്ട് കാണും. അവരത് പറയുന്നത് ഗസ്നിയിലെ മഹമൂദ് എന്നാണ്. ഓക്കെ, ആ പൊസിഷനാണ് ഗസ്നി എന്ന് പറയുന്ന സ്ഥലത്തിലെ മഹമൂദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പൊസിഷനാണ് മീൻ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഗസ്നിയിലെ മഹമൂദ് 17 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയെ ആക്രമിച്ചിട്ടുണ്ട്. അയാൾ 11 നൂറ്റാണ്ടിൽ മഹമൂദ് 11 നൂറ്റാണ്ടിലും മറ്റേ ഗോറിയിലെ മുഹമ്മദ് 12 നൂറ്റാണ്ടിലും ഇന്ത്യയെ എന്ത് ചെയ്തിട്ടുണ്ട്? ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ 17 തവണ ആക്രമിച്ച ആളാരാണ്? ഈ ഗസ്നിയിലെ മഹമൂദാണ്. ഓക്കെ, ഇതിൽ നിന്ന് തന്നെ ഇന്ത്യയുടെ വർദ്ധിച്ച സമ്പത്തിനോട് അവർക്കുണ്ടായിരുന്ന താല്പര്യം വെളിവാകുന്നുണ്ട്. ഇവരുടെ ആക്രമണത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം? ഒരാളെ ഒരു തവണ ഒക്കെ ആക്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ, എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വെച്ച് ഇവർ ഇങ്ങനെ ആക്രമിച്ചു വയ്ക്കും. 17 തവണ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരുടെ കണ്ണ് നമ്മുടെ സമ്പത്തിന്മേലാണെന്ന് വ്യക്തം. ഓക്കെ, ഇതിൽ നിന്നും ഇന്ത്യയുടെ വർദ്ധിച്ച സമ്പത്തിനോട് അവർക്കുണ്ടായിരുന്ന താല്പര്യം വെളിവാകുന്നു. ആർക്കാണ് ഈ പറയുന്ന പുറത്തുനിന്നുള്ള രാജാക്കന്മാർക്കുണ്ടായിരുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണങ്ങളിൽ ക്രമേണ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള സുൽത്താൻ ഭരണത്തിന് ഡൽഹി സൽത്തനത്ത് വഴിയൊരുക്കി. അപ്പോൾ ഈ ആക്രമണങ്ങളാണ് എന്ത് ചെയ്തത്? ഡൽഹി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഭരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഡൽഹി കേന്ദ്രീകരിച്ച് ഭരണം ഉണ്ടായെന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ 7 പഠിച്ചിട്ടുണ്ട്. ഡൽഹി എന്തുകൊണ്ട് ഭരണത്തിന്റെ കേന്ദ്രമായി, അതിന്റെ ഡൽഹിക്കുള്ള പെക്യൂലിയാരിറ്റീസ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൂടെയൊക്കെ ഒന്ന് നോക്കിയോണേ. ഇനി ഉത്തരേന്ത്യയും മധ്യ ഇന്ത്യയും ദക്ഷിണേന്ത്യയുടെ ചില ഭാഗങ്ങളും സുൽത്താൻ ഭരണത്തിന് കീഴിലായിരുന്നു. അപ്പോൾ ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലും ചില ഭാഗങ്ങൾ എവിടായിരുന്നു? ഈ പറയുന്ന സുൽത്താൻ ഭരണത്തിന് കീഴിലായിരുന്നു. CE 1206 മുതൽ 1526 വരെ നിലനിന്നിരുന്ന സുൽത്താൻ ഭരണകാലത്ത് 5 രാജവംശങ്ങൾ അധികാരത്തിലിരുന്നു. അവ താഴെ പറയുന്നു. അപ്പോൾ ഈ പറയുന്ന CE 1206 മുതൽ 1526 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ സൽത്തനത്ത് കാലഘട്ടം എന്ന് പറയുന്നത്. ഡൽഹി കേന്ദ്രമാക്കി സുൽത്താൻമാർ ഭരണം നടത്തിയ കാലഘട്ടമാണിത്. അപ്പോൾ ഇതിന് വഴി തെളിച്ചത് ഗസ്നിയിലെ മഹമൂദിന്റെയും ഗോറിയിലെ മുഹമ്മദിന്റെയും തുടർന്നുള്ള ആക്രമണങ്ങളാണ്. ഇന്ത്യയിലേക്കുള്ള ആക്രമണങ്ങൾ മൂലമാണ് ഇത്തരത്തിലൊരു ഡൽഹി കേന്ദ്രീകൃതമായിട്ടുള്ള സുൽത്താൻ ഭരണകൂടം നിലവിൽ വരാൻ കാരണമായി എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ട് ഡൽഹി എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിക്കോണേ. അത് നേരത്തെ പഠിച്ച സെക്ഷനിൽ ഉള്ളതാണ്, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഇപ്പോൾ ഉത്തരേന്ത്യയിൽ, അതായത് ഇവരുടെ ഭരണം എവിടെയൊക്കെ നിലനിന്നിട്ടുണ്ട്? നമ്മളിപ്പോൾ ആദ്യം നോക്കിയ 3 സെക്ഷൻ നോക്കിക്കഴിഞ്ഞാലും ഭരണം എന്ന് പറയുന്നത് ഒന്നുകിൽ ദക്ഷിണേന്ത്യ മാത്രം, അല്ലെങ്കിൽ മധ്യേന്ത്യ മാത്രം, അല്ലെങ്കിൽ ഉത്തരേന്ത്യ മാത്രം, അങ്ങനെ നിൽക്കുന്നതായിരുന്നു. പക്ഷേ ഇവരുടെ കേസിൽ എങ്ങനെയാണ്? ഇവർ ഉത്തരേന്ത്യൻ ഏരിയാസും ഉണ്ട്, മധ്യേന്ത്യയുടെ ഏരിയാസും ഉണ്ട്, ദക്ഷിണേന്ത്യയുടെ ഏരിയാസും ഉണ്ട്. അങ്ങനെ ഇവർ ഏകദേശം എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുള്ളൊരു ഭരണമാണ് എന്ത് ചെയ്തിരുന്നത്? നടത്തിയിരുന്നത്. എന്നുവെച്ചാൽ എല്ലാവരുടെയും സമയത്ത് എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടില്ല. അവരാണ്ട് ഇവിടെ ഓരോ
രാജവംശങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. ഓരോ രാജവംശത്തിനും എത്ര എത്ര പോർഷൻസ് ആണ് ഉണ്ടായിരുന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അതുകൊണ്ടാണ് പറയാത്തത്. ഓക്കെ, അപ്പോൾ ആ പിക്ചറൊക്കെ വെച്ച് ഒന്നുകൂടെ ഒന്ന് നോക്കണം, അല്ലെങ്കിൽ ആ ചാപ്റ്റർ ഒന്നുകൂടെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ റിവൈൻഡ് ആവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കാലഘട്ടം എന്താണ്? സൽത്തനത്ത് ഭരണകാലഘട്ടം എന്ന് പറയുന്നത് CE 1206 to 1526 അപ്പോൾ ഏതൊക്കെ രാജവംശങ്ങൾ ഉണ്ടായിരുന്നടേ? മാംലൂക്ക്, ഖൽജി, തുഗ്ലക്ക്, സെയ്ദ്, ലോധി. ആദ്യത്തേത് മാംലൂക്ക് അഥവാ അടിമ വംശം, പിന്നെ ഖൽജി വംശം, തുഗ്ലക്ക്, സെയ്ദ്, ലോധി. ഓക്കെ, നിരവധി പരിഷ്കാരങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും സാക്ഷ്യം വഹിച്ച കാലഘട്ടമായിരുന്നു ഇത്. ഇവയിൽ സുപ്രധാനമായിരുന്നു അലാവുദ്ദീൻ ഖൽജിയുടെ കാലത്ത് നടപ്പിലാക്കിയ കമ്പോള നിയന്ത്രണം. ഇത് നമ്മളവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. 1296-നും 1316-നും ഈ വർഷങ്ങളിൽ മാത്രമേ എനിക്കൊന്ന് ചെറിയ എന്തോ സ്ലൈറ്റ് വേരിയേഷൻ എന്തോ ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. നിരവധി ഭരണപരിഷ്കാരങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും സാക്ഷ്യം വഹിച്ച കാലഘട്ടമായിരുന്നു അലാവുദ്ദീൻ ഖൽജി. അതായത് ഖൽജി ഭരണാധികാരികളിൽ പ്രധാനിയായിരുന്നു ഈ പറയുന്ന അലാവുദ്ദീൻ ഖൽജി എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം ഉണ്ടായ വംശം എന്ന് പറയുന്നത് മാംലൂക്ക് വംശം അഥവാ അടിമ വംശമായിരുന്നു. കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെതായിരുന്നു. അതിനുശേഷം വന്നതാണ് ഈ പറയുന്ന ഖൽജി വംശം. അതിനകത്ത് പ്രമുഖനായിട്ടുള്ള ഭരണാധികാരി അലാവുദ്ദീൻ ഖൽജി ആയിരുന്നു. അപ്പോൾ അദ്ദേഹം നടത്തിയ കമ്പോള നിയന്ത്രണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില പൊതുവെയും ഭക്ഷ്യസാധനങ്ങളുടെ വില പ്രത്യേകിച്ച് നിയന്ത്രിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അപ്പം എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനൊരു രീതി കൊണ്ടുവന്നത്? എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില എന്ത് ചെയ്യണം? പൊതുവെയും അതുപോലെ ധാന്യങ്ങളുടെ വില പ്രത്യേകിച്ചും നിയന്ത്രിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ അർത്ഥം, ഇതിൻ്റെ ലക്ഷ്യം. മംഗോളിയൻ ആക്രമണത്തെ തുടർന്ന് അലാവുദ്ദീന് ശക്തമായ ഒരു സൈന്യത്തെ കെട്ടിപ്പടുക്കേണ്ടി വന്നു. അതായത് ഈ മംഗോളിയക്കാരുടെ ആക്രമണം, ഇന്ത്യ നമ്മൾ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇന്ത്യയിലോട്ട് പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ആക്രമണം മൂലം എന്താണ്? അലാവുദ്ദീന് ശക്തമായ ഒരു സൈന്യത്തെ കെട്ടിപ്പടുത്തേണ്ടി വന്നു. വിശാലമായ ഒരു സൈന്യത്തിന് ശമ്പളമായി വലിയൊരു തുക നൽകേണ്ടി വരുമെന്ന ആശങ്കയാണ് അദ്ദേഹം ഇത്തരം ഒരു പരിഷ്കാരത്തിലേക്ക് പ്രേരിപ്പിച്ചത്. അപ്പോൾ എന്താണ്? കമ്പോള നിയന്ത്രണം കൊണ്ടുവന്നൊരു വില നിയന്ത്രണമൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അതുവഴി എന്തെങ്കിലും എന്താണ് രാജ്യത്തിന് കുറച്ച് സമ്പത്ത് കൈവരിക്കാം എന്നുള്ള ഇതിലാണ് പുള്ളി ഇത് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ ആക്രമണങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു സൈന്യം ആവശ്യമാണ്. അപ്പോൾ ഒരു നല്ല സൈന്യത്തെ കെട്ടിപ്പടുക്കണമെങ്കിൽ സൈന്യത്തിന് എന്ത് കൊടുക്കണം? ശമ്പളം കൊടുക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ്? ഒരു വലിയ തുക ആവശ്യമായിട്ട് വരും. ആ തുക എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഈ പറയുന്ന കമ്പോള നിയന്ത്രണത്തിലേക്ക് നയിച്ചത്. ഉൽപ്പന്നങ്ങൾക്ക് വില കുറവാണെങ്കിൽ കുറഞ്ഞ തുക ശമ്പളമായി നൽകിയാൽ മതിയല്ലോ. ഇതിന്റെ ഭാഗമായി അദ്ദേഹം സംഭരണശാലകൾ സ്ഥാപിക്കുകയും ഉയർന്ന വില ഈടാക്കുന്നവർക്കും പൂഴ്ത്തിവെപ്പുകാർക്കും ശിക്ഷകൾ നൽകുകയും ചെയ്തു. അപ്പോൾ പുള്ളി എന്ത് ചെയ്തോടെ? ഉൽപ്പന്നങ്ങൾക്ക് വില കുറവാണെങ്കിൽ ശമ്പളം എന്ത് ചെയ്താൽ മതി? കുറഞ്ഞാൽ മതി. അത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മളിപ്പം ഇപ്പോഴത്തെ കേസ് എടുത്തു കഴിഞ്ഞാലും ഉൽപ്പന്നങ്ങളുടെ വില കൂടുമ്പോഴാണ് തൊഴിലാളികൾ ശമ്പള വർധനവിന് വേണ്ടി എന്ത് ചെയ്യുന്നത്? ബഹളം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കൺസംഷൻ റേറ്റ്, സാധനം മേടിക്കാനുള്ള കഴിവ്, ഉപഭോഗത്തിനുള്ള കഴിവ് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആ ഉപഭോഗം, ആ സാധനത്തിൻ്റെ വില കൂടുതലാണെങ്കിൽ അത്രയും എമൗണ്ട് നമ്മുടെ കയ്യിൽ വേണം. അപ്പം നമ്മളെ ശമ്പളം ഉയർത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ബഹളം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഉൽപ്പന്നത്തിൻ്റെ വില കുറയുവാണെങ്കിൽ എന്താണ്? നമുക്ക് ഉള്ള ശമ്പളം മതി, അല്ലെങ്കിൽ അതിനെക്കാട്ടി കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ, അങ്ങനെയാണ് പറയുന്നത്. പുള്ളി എന്ത് ചെയ്തു? ഈ പറയുന്ന ഭക്ഷ്യസാധനങ്ങൾക്കും പൊതുവെ എല്ലാ സാധനത്തിനും ഒരു നിയന്ത്രണം കൊടുത്തു. അത് പ്രത്യേകിച്ച് പറയുന്നത് ഭക്ഷ്യസാധനങ്ങളുടെ വില എന്ത് ചെയ്തു? നിയന്ത്രിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിയന്ത്രിക്കുമ്പോൾ എന്ത് പറ്റും? ഒക്കെ എല്ലാവർക്കും ഭക്ഷ്യസാധനം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിലുള്ള എമൗണ്ടിന് കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ കുറച്ച് പൈസ ആർക്ക് കൊടുത്താൽ മതി? ഈ സൈന്യത്തിന് കൊടുത്താൽ മതി. കൂടാതെ പുള്ളി എന്ത് ചെയ്തോടെ? ഈ സംഭരണശാലകൾ, അതായത് അധികം വരുന്ന ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭരണശാലകൾ സ്ഥാപിക്കുകയും അതുപോലെ ഉയർന്ന വില, രാജാവ് അറിയാതെയൊക്കെ ഈ കരിഞ്ഞു ചെന്നാന്നൊക്കെ പറയത്തില്ലേ, അതായത് അധിക വില ഈടാക്കുന്നു, അങ്ങനെയുള്ള ഈടാക്കുന്നവർക്കും പൂഴ്ത്തിവെപ്പുകാർക്കും ഒക്കെ ശിക്ഷ നൽകുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് ചെയ്തത്. ആരാണ്? അലാവുദ്ദീൻ ഖൽജിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വല്ല അഡീഷണൽ കണ്ടന്റ് ഉണ്ടോയെന്ന് നോക്കിക്കോട്ടെ. അലാവുദ്ദീൻ ഖൽജിയുടെ ഭരണകാലത്തെ കമ്പോള നിയന്ത്രണം അതിൻ്റെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞേ പോയിട്ടുള്ളൂ. എന്തുവാണ്? വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ നടപടികൾ, ഭൂപട പരിശോധനം. അതിനകത്ത് വലിയ കഥയൊന്നുമില്ല, അത് ചുമ്മാ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നതാണ്. ഇനി ഈ മാപ്പ് നമ്മൾ പണ്ട് ഓർമ്മയുണ്ടോ? ഈ മാപ്പ് നമ്മൾ പുതിയ ടെക്സ്റ്റിൽ കണ്ടതാണ്. ഓക്കെ, ഇതെന്തുവാ ഈ കറുത്തത്? ഇത് ഡൽഹിയാണ്. ഓർമ്മയുണ്ടോ? ഇത് ഡൽഹി. ഇവിടെ നിന്ന് എങ്ങനെയാണ് ഈ കൊടുത്തിരിക്കുന്നത്? അലാവുദ്ദീൻ ഖൽജിയുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശമാണ്. സൈനിക നീക്കങ്ങളാണ് അമ്പടയാളം കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെയിം ഗ്രാഫാണ് നമ്മളിതിന് മുമ്പ് പഠിച്ചത്. ഈ അലാവുദ്ദീൻ ഖൽജിയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ ഏകദേശം 3/4 ഭാഗത്തോളം ഈ പറയുന്ന സൽത്തനത്ത് പരിധിയിൽ അല്ലെങ്കിൽ ഈ ഖൽജി വംശത്തിന്റെ അധികാര പരിധിയിൽ വരുന്നത്. അതുവരെ ഇത്രയും റീജിയനിൽ നിന്നുള്ള ഇവർ ഏകദേശം ഈ സെന്റർ ഏരിയ, ഈ ഒരു ഉത്തരേന്ത്യൻ ഏരിയയിലായിരുന്നു ആദ്യം ഇവരുടെ ഈ പറഞ്ഞ അടിമ വംശ സമയത്ത് അത്രയൊക്കെ ഏരിയ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ പറയുന്ന
ഖൽജി വംശത്തിലാണ് ഇത്രയും ആയത്. തുഗ്ലക്ക് ആയപ്പോൾ വീണ്ടും ഇത് തിരിഞ്ഞ് വീണ്ടും ഈ ഏരിയ കുറയും, അതായത് ഇവരുടെ അധീനതയിലുള്ള ഇത് കുറയും. എന്നിട്ട് നോക്കി ഇവർ ഡൽഹി കേന്ദ്രമാക്കിയിട്ട് സൈനിക ആക്രമണം കണ്ടോ എല്ലാ സൈഡിലോട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ആക്രമണം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ മുകളിലോട്ട് മാത്രം അങ്ങോട്ട് ആരോ ഒന്നും കാണുന്നില്ല, താഴെ ദക്ഷിണേന്ത്യയിലോട്ടും മധ്യേന്ത്യയിലോട്ടും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിൽ ഡൽഹിയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, യുദ്ധങ്ങൾ അല്ലെങ്കിൽ സൈനിക നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇവർ ഓരോ പ്രദേശങ്ങൾ കീഴടക്കാൻ വേണ്ടി എന്ത് ചെയ്യൂടെ, യുദ്ധങ്ങൾ നടത്തും. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ പിക്ചറിൽ. ഓക്കെ, അടുത്ത എന്താണ്, റസിയ സുൽത്താന എന്ന് പറഞ്ഞ ഒരാളുടെ പേര് കൊടുത്തിട്ടുണ്ട്. 1236-39 കാലഘട്ടത്തിലാണ് പുള്ളിക്കാരി. മാംലൂക്ക് രാജവംശത്തിലെ ശ്രദ്ധേയനായ ഇൽത്തുമിഷിന്റെ മകളായിരുന്നു ആര്, റസിയ എന്ന് പറയുന്നത്. അതായത് കുത്തബുദ്ദീൻ ഐബക്ക് അത് കഴിഞ്ഞിട്ട് വന്ന ആൾ എനിക്കൊന്ന് ഇൽത്തുമിഷ് ആണ്. അദ്ദേഹത്തിന്റെ മകളാണ് ആര്, ഈ പറയുന്ന റസിയ സുൽത്താന എന്ന് പറയുന്നത്. തന്റെ ആൺമക്കളിലൊന്നും തനിക്ക് ശേഷം സിംഹാസനത്തിൽ ഇരിക്കാൻ യോഗ്യരല്ല എന്ന് കരുതിയ ഇൽത്തുമിഷ് തന്റെ അനന്തരാവകാശിയായി നിർദ്ദേശിച്ചത് മകളെയായിരുന്നു. ഇറാനിലും ഈജിപ്തിലും ഒക്കെ സ്ത്രീകൾ ഭരണാധികാരികളായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സിംഹാസനത്തിലേക്ക് ഒരു സ്ത്രീയെ നിർദ്ദേശിക്കപ്പെടുന്നത് അക്കാലത്തെ സുപ്രധാന മാറ്റം തന്നെയായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ പറഞ്ഞ സൽത്തനത്ത് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു സിംഹാസനത്തിൽ ഒരു സ്ത്രീയെ നിർദ്ദേശിക്കപ്പെടുന്നത് ആദ്യമായിട്ട് നടക്കുന്ന സംഭവമാണ്. ഇൽത്തുമിഷ് തൻ്റെ ആൺമക്കളെ ഒന്നും പുള്ളിക്ക് അത്ര ഇതില്ല, എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ യോഗ്യരല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി മോളെയാണ് റസിയ സുൽത്താനെയാണ് പിടിച്ചെന്താക്കിയത്, അവിടുത്തെ രാജ്ഞിയാക്കി മാറ്റിയത്. ഒരു സ്ത്രീ ഭരണാധികാരി, ഇറാനിലും ഈജിപ്തിലും ഒക്കെ സ്ത്രീ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു എങ്കിലും എന്താണ്, സിംഹാസനത്തിൽ ഒരു സ്ത്രീയെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ്. ആരാണ്, റസിയ സുൽത്താന. പുള്ളിക്കാരിയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1236-39 കാലഘട്ടമാണ്. ഇനി ആധുനിക കാലത്ത് സർക്കാരുകളുടെ പൊതുജലവും ജനങ്ങളുടെ ദൈനംദിന ചെലവും കുറയ്ക്കാൻ ആവശ്യമായ മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേടെ, അത് തന്നെ, വില കുറയ്ക്കുന്നതിൻ്റെ കാര്യമാണ്. ഇനി എന്താ, സാമൂഹിക സാമ്പത്തിക ജീവിതം. ഇതങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ആദ്യം നമ്മൾ അവിടെ ആര് ഭരിച്ചു, എന്ത് ഭരിച്ചു, അവർ ആ ഭരണം മൂലം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കിയോ എന്ന് നോക്കും. പിന്നെ നമ്മൾ സാമൂഹ്യ ജീവിതം നോക്കും. പിന്നെ നമ്മൾ സാമൂഹ്യ ജീവിതം നോക്കിയാണെങ്കിൽ പോകുന്നത്. പിന്നെ ഒരു കലാപരമോ അല്ലെങ്കിൽ കലാ സാഹിത്യ മേഖലയിൽ എന്തെങ്കിലും പുതിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടോ, അങ്ങനെ നോക്കിയാണ് പോകുന്നത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. സാമൂഹിക സാമ്പത്തിക ജീവിതം. ഇന്ത്യയിലെ ഫലപുഷ്ടമായ മണ്ണ് കൃഷിക്ക് ഏറെ അനുയോജ്യമായിരുന്നുവെന്ന് 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരി ഇബനു ബത്തൂത്ത അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനിയിപ്പോൾ പുള്ളി അഭിപ്രായപ്പെട്ടില്ലെങ്കിലും നമ്മൾ ഉത്തര മഹാസമതലവും അതുപോലെ ഉപദ്വീപീയ പീഠഭൂമിയൊക്കെ പഠിച്ചാൽ നമുക്കറിയാം എന്താണ് ഇന്ത്യയുടെ ആ ഭൂപ്രകൃതി അനുസരിച്ച് എന്താണ് ഇവ ഫലപുഷ്ടമാണ്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതല പ്രദേശമാണ്. അവിടെ സമതലം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഫലപുഷ്ടിയുള്ള പ്രദേശമാണ്. അപ്പോൾ അവിടെയാണ് ഡൽഹി കേന്ദ്രീകരിച്ചാണ് ഈ പറയുന്നത് നമ്മുടെ സൽത്തനത്ത് ഭരണമുള്ളത്. അപ്പോൾ എന്തായാലും ഫലപുഷ്ടമായിട്ടുള്ള പ്രദേശമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഫലപുഷ്ടമായ മണ്ണ് കൃഷിക്ക് ഏറെ അനുയോജ്യമാണെന്ന് 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരിയാണ് ആര്, ഇബ്നു ബത്തൂത്ത അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വർഷത്തിൽ 2-3 തവണ കൃഷി ചെയ്തിരുന്നതായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 2-3 തവണ എന്ത് ചെയ്യൂടെ കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് അന്ന് അവിടെ നിലനിന്നിരുന്നത്. ജനസംഖ്യയുടെ ഭൂരിഭാഗവും കർഷകരായിരുന്നു. അത് നേരത്തെ അങ്ങനെ തന്നെ, കൂടുതൽ പേരും കർഷകരായിരുന്നു എന്ന് തന്നെ. എന്നാൽ തുടർച്ചയായ ക്ഷാമങ്ങളും യുദ്ധങ്ങളും കർഷകരെ ബുദ്ധിമുട്ടിലാക്കി. അപ്പോൾ എന്താണ്, ക്ഷാമവും യുദ്ധവും ഈ കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ കേസുകളാണ്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ളവർ കർഷകരാണെങ്കിലും കർഷകർക്ക് ഈ ക്ഷാമവും യുദ്ധവും മൂലം വളരെയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓക്കെ, കരിമ്പ്, ഗോതമ്പ്, നീലം, പരുത്തി, എണ്ണക്കുരുക്കൾ, പഴവർഗ്ഗങ്ങൾ, പൂക്കൾ എന്നിവ കൃഷി ചെയ്തിരുന്നു. ഇതെല്ലാം എന്ത് ചെയ്തിരുന്നുണ്ട്, ആ സമയത്ത് ആ ഏരിയയിൽ കൃഷി ചെയ്തിട്ടുള്ളതാണ്. കരിമ്പുണ്ട്, ഗോതമ്പ്, നീലം, പരുത്തി, എണ്ണക്കുരുക്കൾ, പഴവർഗ്ഗങ്ങൾ, പൂക്കൾ എന്നിവ എന്ത് ചെയ്തിട്ടുണ്ട്, കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, ഇവ എണ്ണയാട്ടൽ, ശർക്കരയുണ്ടാക്കൽ, നെയ്ത്ത്, തുണികളിൽ ചായം പിടിപ്പിക്കൽ തുടങ്ങിയ കൈത്തൊഴിലുകളുടെ പുരോഗതിക്ക് കാരണമായി. അപ്പോൾ നമ്മൾ എല്ലാ ടൈപ്പിലുള്ള സാധനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കരിമ്പിൽ നിന്ന് എന്തുണ്ടാക്കാം, ശർക്കര ഉണ്ടാക്കാം. എണ്ണയാട്ടൽ, എണ്ണക്കുരുക്കളുള്ളതിന് അതിന് എണ്ണയാട്ടി എന്താക്കാം, എണ്ണ ഉണ്ടാക്കാം. ഓക്കെ, അതുപോലെ നെയ്ത്തിന് ഇവിടെ എന്തോ ഉണ്ടാകുന്നത്, നീലം, അതുപോലെ പരുത്തി കൃഷിയുണ്ട്. അപ്പം പരുത്തി ഉപയോഗിച്ച് നെയ്ത്ത് നടത്താം. അതുപോലെ ചായം പിടിപ്പിക്കാൻ നീലമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണോ ഉണ്ടാക്കുന്നത് അത് വെച്ചിട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന കൈത്തൊഴിലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ജലാശയങ്ങളിൽ നിന്നും കാലുകളെ ഉപയോഗിച്ച് ചക്രം കറക്കി വെള്ളമെടുത്ത് ജലസേചനത്തിന് ഉപയോഗിച്ചിരുന്നു. രഹത്ത് ജലസേചന സമ്പ്രദായം നിലനിന്നിരുന്നു.
ഇതാണ് രഹത്ത് ജലസേചന സമ്പ്രദായം. അതായത് എന്താണ്, കാലികൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ഒരു ഇതിന് ചുറ്റും എന്ത് ചെയ്തിരിക്കും, കറങ്ങിക്കൊണ്ടിരിക്കും. എന്തായാലും ഈ സാധനം ഒരു സംഭവം കണ്ടോ ഇവിടെ, അപ്പോൾ അതിൻ്റെ ചുറ്റും ഈ കാളകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് വെള്ളം കോരി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാറ്റിക്കൊണ്ടേയിരിക്കും. അതാണ് പറഞ്ഞത്, ജലചക്രം കറക്കി വെള്ളമെടുത്ത് ജലസേചനത്തിന് ഉപയോഗിക്കുന്ന രഹത്ത് ജലസേചന സമ്പ്രദായം ഏത് സമയത്താണ് ഈ പറയുന്നത്, സൽത്തനത്ത് കാലഘട്ടത്തിലുള്ളതാണ്. ഓക്കെ. ഇനി കാർഷിക രംഗത്തെ വളർച്ചയ്ക്ക് പുറമെ ഭരണ സ്ഥിരത, ഗതാഗത സംവിധാനങ്ങളുടെ പുരോഗതി, ടാങ്ക അഥവാ വെള്ളി, ദീർഘം എന്ന് വെച്ചാൽ ചെമ്പ് എന്നീ നാണയങ്ങളെ അടിസ്ഥാനമാക്കി രൂപപ്പെട്ട പണവ്യവസ്ഥ എന്നിവ വ്യാപാരത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. അപ്പോൾ നാണയ വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു സമയം കൂടിയാണ്. ടാങ്ക എന്ന് പറഞ്ഞ ഒരു വെള്ളി നാണയങ്ങളും ദീർഘം എന്ന് പറഞ്ഞ് ചെമ്പ് നാണയങ്ങളുടെയും കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ. കാർഷിക രംഗത്തെ വളർച്ചയ്ക്ക് പുറമെ എന്താണ്, ഭരണസ്ഥിരത, ഭരണത്തിൽ സ്ഥിരത ഉണ്ടാക്കാനും അതുപോലെ ഗതാഗത സംവിധാനങ്ങളുടെ പുരോഗതി. നമുക്ക് ഈ ഉണ്ടാക്കിയ സാധനം ഒരു സ്ഥലത്ത് തന്നെ നിന്നാൽ പോരല്ലോ, മറ്റു സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യണം, വ്യാപിപ്പിക്കണം, മീൻസ് കൊണ്ട് കൊടുക്കണമല്ലോ, വ്യാപാരം നടത്തണമല്ലോ. അപ്പോൾ ഗതാഗത സംവിധാനങ്ങൾ എന്ത് ചെയ്യും, പുരോഗതി പ്രാപിക്കും. അതുപോലെ ഈ വിനിമയത്തിന് വേണ്ടിയിട്ട് പണം, നാണയം ആവശ്യമാണ്. അപ്പോൾ അതിന് ഡാങ്ക, വെള്ളി നാണയങ്ങളെ ഡാങ്ക എന്നും അതുപോലെ ചെമ്പ് നാണയങ്ങളെ ദീർഘം എന്നും പറഞ്ഞ് ഒരു നാണയ വ്യവസ്ഥ അല്ലെങ്കിൽ പണവ്യവസ്ഥ രൂപീകൃതമായിട്ടുണ്ട്. എന്നിവ വ്യാപാരത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. ഇപ്പോൾ വ്യാപാരം, അതായത് വിനിമയം ചെയ്യാനൊരു മാധ്യമം ഉണ്ടെങ്കിൽ വ്യാപാരം എന്ത് ചെയ്യൂടെ, വ്യാപാരം കൂടുതൽ ബെറ്റർ ആയിട്ട് നടക്കും എന്നുള്ളതാണ് പറയുന്നത്. കയറ്റുമതിയും ഇറക്കുമതിയും ശക്തിപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു, പണമുണ്ട്, പണവ്യവസ്ഥയിൽ അടിസ്ഥിതമായിട്ടുള്ള ഒരു വ്യാപാരമാണ്. അപ്പോൾ കയറ്റുമതി ഇറക്കുമതി എന്ത് ചെയ്യും, ശക്തിപ്പെടും. മിനുസ പട്ടുതുണി, സ്ഫടികം, കുതിരകൾ, ചീനപാത്രങ്ങൾ, ആനക്കൊമ്പ്, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. അതായത് ഇവരെന്ത് ചെയ്തു, പല സാധനങ്ങളും ഇങ്ങോട്ട് ഇമ്പോർട്ടും ചെയ്തു, ഇവിടെ നിന്ന് അങ്ങോട്ട് എക്സ്പോർട്ടും തുടങ്ങിയെന്ന്. മിനുസമായിട്ടുള്ള പട്ടുതുണികൾ, അതുപോലെ സ്ഫടികം, അതുപോലെ കുതിരകൾ, ചീനപാത്രങ്ങൾ, ആനക്കൊമ്പ്, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇതെല്ലാം എന്ത് ചെയ്തു, വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു. ഇന്ത്യയിൽ കയറ്റുമതിയായിരുന്നു ഇറക്കുമതിയേക്കാൾ കൂടുതൽ. അപ്പോൾ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് കയറ്റി അയക്കുന്ന സാധനങ്ങളായിരുന്നു എന്ത്, കൂടുതൽ. അപ്പോൾ നമുക്കാണല്ലോ കൂടുതൽ ലാഭം. നമ്മളിവിടെ നിന്ന് കൂടുതൽ കയറ്റുമതി ചെയ്യുന്നു, കുറച്ച് സാധനമേ ഇറക്കുമതി ചെയ്യുന്നുള്ളെങ്കിൽ നമുക്കായിരിക്കും ലാഭം വരുന്നത്. അതിനാൽ അക്കാലത്ത് സ്വർണ്ണവും വെള്ളിയും ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തി. അതായത് നമ്മൾ കൂടുതൽ സാധനം എന്ത് ചെയ്തു, കയറ്റുമതി ചെയ്യുന്നു, അതിൻ്റേതായിട്ടുള്ള പ്രതിഫലം നമുക്ക് എന്ത് ചെയ്യുന്നു, സ്വർണ്ണമായിട്ടും വെള്ളിയായും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യ വീണ്ടും എന്തായിരുന്നു, സമ്പന്നമായുന്ന ഒരു സിറ്റുവേഷനാണ് ഈ പറഞ്ഞു വരുന്നത്. ഇവിടെ ഒരു ഇക്ത സമ്പ്രദായം എഴുതിയിട്ടുണ്ട്. എന്താണ് ഇക്ത സമ്പ്രദായം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഡൽഹിയിലെ സുൽത്താനായിരുന്ന ഇൽത്തുമിഷിൻ്റെ കാലത്താണ് ഇക്ത സമ്പ്രദായം നടപ്പിലാക്കുന്നത്. ഇൽത്തുമിഷിൻ്റെ കാലത്താണ് രാജ്യത്തെ ചെറുതും വലുതുമായ ഭൂപ്രദേശങ്ങളായിട്ട് തിരിച്ച് അവയെ സൈനികർ, ഉദ്യോഗസ്ഥർ, പ്രഭുക്കന്മാർ എന്നിവർക്ക് വീതിച്ചു നൽകുന്ന ഭൂമിദാന സമ്പ്രദായമായിരുന്നു എന്ത്, ഈ പറയുന്ന ഇക്ത എന്ന് പറയുന്നത്. ദാനം നൽകി വരുന്ന ഭൂപ്രദേശം ഇക്തകൾ എന്ന് അറിയപ്പെടുന്നു. ഇക്ത സമ്പ്രദായം എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന പ്രഭുക്കന്മാർക്കും ഉദ്യോഗസ്ഥർക്കും എന്താണ്, സൈനികർക്കുമൊക്കെ വേതനത്തിന് പകരം ഭൂമി പതിച്ചു നൽകുന്ന പരിപാടിയുടെ പേരാണ് ഇക്ത എന്ന് പറയുന്നത്. ഇൽത്തുമിഷിൻ്റെ കാലത്താണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ പദ്ധതി ഉണ്ടായിരുന്നത്. ഓക്കെ. ഇൽത്തുമിഷ് എന്ന് പറയുന്നത് നമ്മുടെ ഇതായിരുന്നടെ അടിമ വംശത്തിലുള്ള രാജാവായിരുന്നു, സുൽത്താനായിരുന്നു. ഓക്കെ. ഇനി വ്യാപാരത്തിൻ്റെ വളർച്ച നഗരങ്ങളും നഗരജീവിതവും സുദൃഢമാക്കുന്നതിന് കാരണമായത്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, കൃഷി അധിഷ്ഠിതമായിരുന്നു, പിന്നീട് ആ കൃഷി എന്തായി, വാണിജ്യാടിസ്ഥിതമായിട്ടുള്ള ഒരു ചേഞ്ച് വന്നു. പണം അടിസ്ഥാനമാക്കിയിട്ടുള്ള വാണിജ്യം കുറേ കൂടെ ബെറ്ററായി. നമ്മൾ ഇറക്കുമതി കുറച്ചു, കയറ്റുമതി കൂട്ടി. അപ്പോൾ എന്താണ്, വ്യാപാരം വളർന്നു. അപ്പോൾ വ്യാപാരം വളരുമ്പോൾ ഒരു ഏരിയയിൽ വ്യാപാരം നടക്കുന്നുണ്ടെങ്കിൽ ആ വ്യാപാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഒരു നഗരം രൂപീകരിക്കപ്പെടുന്നു, അവിടെ ഒരു നഗര ജീവിതം രൂപീകരിക്കപ്പെടുന്നു എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടിയാണ് പറയുന്നത്. അപ്പോൾ എന്താ, വ്യാപാരത്തിൻ്റെ വളർച്ച നഗരങ്ങളും നഗരജീവിതവും സുദൃഢമാക്കുന്നതിന് കാരണമായി. ഡൽഹിയിലും ദൗലത്താബാദും അന്നത്തെ കിഴക്കൻ ലോകത്തെ വൻകിട നഗരങ്ങളായിരുന്നു. അപ്പം ഡൽഹിയും ദൗലത്താബാദും എന്ന് പറയുന്ന അന്നത്തെ ആ സമയത്ത് ഫേമസ് ആയിട്ടുള്ള രണ്ട് നഗരങ്ങളായിരുന്നു. ബംഗാളും ഗുജറാത്തിലെ നഗരങ്ങളും തുണിത്തരങ്ങൾക്ക് പേര് കേട്ടവയായിരുന്നു. അപ്പോൾ പശ്ചിമ ബംഗാൾ ആ ഏരിയയാണ്. ബംഗാളും ഗുജറാത്തും ഒക്കെയാണ് തുണിത്തരങ്ങൾക്ക് പേര് കേട്ട നഗരങ്ങൾ. ലാഹോർ, മുൾട്ടാൻ, ലക്നൗ എന്നിവ തിരക്കേറിയ നഗരങ്ങളായിരുന്നു. ലാഹോർ, മുൾട്ടാൻ, ലക്നൗ എന്നൊക്കെ പറയുന്നത് തിരക്കേറിയ നഗരങ്ങളായിരുന്നു. ഇവിടങ്ങളിൽ നിലനിന്ന തുകൽപ്പണി, ലോഹപ്പണി, പരവതാനി നിർമ്മാണം, മരപ്പണി തുടങ്ങിയ കൈത്തൊഴിലുകൾക്ക് പുറമെ തുർക്കികൾ പേപ്പർ നിർമ്മാണം എന്ത് ചെയ്തു, ആരംഭിച്ചു. അപ്പോൾ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന പണികൾ എന്തൊക്കെയായിരുന്നു, തുകൽപ്പണി ഉണ്ടായിരുന്നു, ലോഹപ്പണി ഉണ്ടായിരുന്നു, പരവതാനി നിർമ്മാണമുണ്ട്, മരപ്പണി ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നതാണ്. അതോടൊപ്പം തന്നെ എന്താണ്, തുർക്കികൾ, അതായത് പുറത്തുനിന്ന് വന്ന തുർക്കികൾ ഇവിടെ പേപ്പർ നിർമ്മാണം കൂടെ എന്ത് ചെയ്തു, ആരംഭിച്ചു എന്നാണ് പറയുന്നത്. രാജ്യത്തെ ഭൂമി മുഴുവൻ ഇക്തകളായി തിരിച്ച് തുർക്കി പ്രഭുക്കന്മാർക്ക് വീതിച്ചു നൽകിയിരുന്നു. അതായത് ഇവരിവിടെ വന്ന് പണിയെടുക്കുകയല്ലേ, അപ്പോൾ പണി ചെയ്യുന്നതിന് ഇവർക്ക് എന്താണ്
വേതനമായിട്ട് എന്താണ് ഭൂമി കൊടുക്കുന്ന പരിപാടി, ഭൂമി പതിച്ചു നൽകുന്ന സംവിധാനത്തിൻ്റെ പേരാണ് ഇക്ത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭൂമി മുഴുവൻ അതായത് രാജ്യത്തെ ഭൂമി മുഴുവൻ എന്താണ് ഇക്തകളാക്കി ആർക്ക് പതിച്ചു കൊടുത്തു? ഈ പറയുന്ന തുർക്കി പ്രഭുക്കന്മാർക്ക് വീതിച്ച് നൽകിയിരുന്നു. ഈ ഇക്തകളിൽ നിന്നുള്ള ഭൂനികുതി വിഹിതം പ്രഭുക്കന്മാർ പിരിച്ച് സുൽത്താന് നൽകി. അപ്പോൾ ഭൂമി കൊടുത്തിട്ട് എന്ത് ചെയ്തു? അതിന്ന് അവർക്ക് വേണ്ടുന്നതും എടുക്കാം, അതിൻ്റെ നികുതിയുടെ ഒരു പോർഷൻ ആർക്കും കൊടുക്കണം? സുൽത്താനും കൊടുക്കണം. അങ്ങനെയാണ് സംവിധാനം. ഓക്കെ, നികുതി പണമായി പിരിച്ചത് ഒരു പണ സമ്പദ് വ്യവസ്ഥയുടെ ആവിർഭാവത്തിനും അതിലൂടെ വൻതോതിലുള്ള സാമ്പത്തിക പുരോഗതിക്കും വഴിതെളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇക്ത സമ്പ്രദായം കേൾക്കുമ്പോൾ വിചാരിക്കും ഓക്കെ പണത്തിന് അവരുടെ വേതനത്തിന് പകരം ഭൂമി പതിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഭൂമിയുടെ ഫുൾ അധികാരം അവർക്കാണെന്ന്. അതെ, ഭൂമിയുടെ ഫുൾ അധികാരം എന്ന് പറയുമ്പോൾ ഭൂമികൾ പണിയിപ്പിക്കാനും നികുതി വിധിക്കാനും ഒക്കെ ഉള്ള അവകാശം ആർക്കാണോ പതിച്ചു കൊടുത്തത് അയാൾക്കാണ്. എന്നിട്ട് ആ നികുതിയുടെ ഒരു പോർഷൻ ആർക്ക് കൊടുക്കണം? അത് സുൽത്താൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ സുൽത്താൻ പണിയൊന്നുമില്ല. ഇവിടെ പോയി ഈ പറയുന്ന പർട്ടിക്കുലർ ഭൂമിയുടെ നികുതി സുൽത്താൻ പിരിക്കേണ്ട, ഈ പറയുന്ന ആൾ പിരിച്ചിട്ട് അതിൻ്റെ ഒരു പോർഷൻ ആർക്ക് കൊടുക്കും? ഈ പറയുന്ന സുൽത്താന് കൊടുക്കും. അപ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ ആവിർഭാവം ഉണ്ടാകുന്നു. അതുമൂലം നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല രീതിയിലുള്ള പുരോഗതി ഉണ്ടാകുന്നു. നമ്മളൊരു സമ്പന്ന രാഷ്ട്രമായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. അതുമാണ് സുൽത്താൻ ഭരണകാലത്ത് കാർഷിക മേഖലയിൽ ഉണ്ടായ പുരോഗതി രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചു. അതായത് കാർഷിക മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അത് വാണിജ്യത്തിനുള്ള തുടക്കമാണ് കുറിക്കുന്നത്. വാണിജ്യം കുറെ കൂടെ വികസിക്കുമ്പോൾ അവിടെ ഒരു പണവ്യവസ്ഥ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വിനിമയ വ്യവസ്ഥ ഉണ്ടാകുന്നു. അത് വളരെ വളരെ എന്താണ് നമ്മുടെ സാമ്പത്തിക രംഗത്തെ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യും? സ്വാധീനിക്കും. അപ്പം നമ്മൾ മറ്റു രാജ്യങ്ങളിൽ ആഭ്യന്തര വാണിജ്യം ഉണ്ടാവും, അതുപോലെ വിദേശ വാണിജ്യത്തിലേക്ക് കടക്കും, ഇറക്കുമതി കയറ്റുമതി അങ്ങനെയുള്ള പല രീതിക്കുള്ള വാണിജ്യങ്ങളിലേക്ക് കടക്കും. പിന്നെ അത് വാണിജ്യ പ്രദേശങ്ങളെ ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ നഗരങ്ങൾ രൂപപ്പെടും, നഗരങ്ങളിൽ നഗര ജീവിതം ആരംഭിക്കും. അപ്പോൾ ടോട്ടലി ലൈഫ് എന്താവോടെ ബെറ്റർ ആവോ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി സുൽത്താൻ ഭരണകാലത്തെ സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഇതുവരെ സാമൂഹിക ജീവിതമല്ലേ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്? സാമൂഹിക ജീവിതമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവരെന്ത് ജോലി ചെയ്യുന്നു, അവരുടെ പ്രധാന തൊഴിലെന്താണ്, ആ തൊഴിൽ മൂലം അവരുടെ സാമൂഹ്യ സ്ഥിതി എങ്ങനെയാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി സാമൂഹിക ജീവിതം എന്ന് പറയുമ്പോൾ മതപരമായിട്ട് എന്തെങ്കിലും ഇതുണ്ടോ? എന്താണ് ജാതീയ വ്യവസ്ഥകളോ മതപരമായിട്ട് വല്ല വേർതിരിവോ ഒക്കെ ഉണ്ടോ? അതൊക്കെയാണ് പറയാൻ പോകുന്നത്. നോക്കാം. ഇനി സുൽത്താൻ ഭരണകാലത്തെ സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. മധ്യകാല സമൂഹം നിരവധി അസമത്വങ്ങൾ നിറഞ്ഞതായിരുന്നു. അത് നമുക്ക് പറയണ്ട, നമുക്ക് ഓൾറെഡി അറിയാം എന്തായാലും അസമത്വമായിരിക്കുമെന്ന്. സുൽത്താൻ, മുഖ്യ പ്രഭുക്കന്മാർ, മുക്തം എന്നറിയപ്പെട്ട ഗ്രാമത്തലവൻ, ചെറുകിട പ്രഭുക്കന്മാർ എന്നിവർ ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതം നയിച്ചു. അപ്പോൾ സുൽത്താൻമാർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള രാജാവ്, പിന്നെ മുഖ്യ പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ മുക്തം എന്നറിയപ്പെടുന്ന ഗ്രാമത്തലവൻ. ഓരോ ഗ്രാമങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ തലവനെ മുക്തം എന്നാണ് അറിയപ്പെടുന്നത്, പുള്ളി. അതുപോലെ എന്താണ് ചെറുകിട പ്രഭുക്കന്മാർ, മുഖ്യ പ്രഭുക്കന്മാരുണ്ട്, ചെറുകിട പ്രഭുക്കന്മാരുണ്ട്, പിന്നെ ഈ ഗ്രാമത്തിൻ്റെ തലവൻ അതാണ് മുക്തം എന്ന് പറയുന്ന ആൾ, പിന്നെ സുൽത്താൻ. ഇവരൊക്കെയാണ് എന്ത് സമൂഹത്തിലെ ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതം നയിച്ചിരുന്നത്. നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ഭൂരിഭാഗം ജനങ്ങളും നിരവധി യാതനകൾ അനുഭവിച്ചിരുന്നു. ഇവരെന്താണ് ഈ പറയുന്ന ഇക്തയായിട്ട് കിട്ടിയ ഭൂമിയിലൊക്കെ ആയിരിക്കും ഇവർ പണിയെടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്താണ് ഇവരുടെ ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഇവർ നയിച്ചിരുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ച ആ ദക്ഷിണേന്ത്യയിലുള്ള കേസെടുത്ത് നോക്കിയാൽ എന്താണ് കർഷകരുടെ ജീവിതം അല്ലെങ്കിൽ സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവരുടെ ജീവിതം വളരെ വളരെ എന്തുവാണ് പ്രശ്നമുള്ള ഒരു ടൈപ്പ് ജീവിതമായിരുന്നു. ഒരുപാട് ദുരിതങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായി നിലനിന്നിരുന്ന സാമൂഹിക ഘടനയ്ക്ക് അടിസ്ഥാനപരമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. അതായത് അന്ന് ആദ്യമേ ഇവരുടെ ഈ പറയുന്ന സുൽത്താൻമാരുടെ കീഴിലെത്തുന്നതിന് മുമ്പേ എന്തായിരുന്നു ഈ പറയുന്ന ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടാണ് നിലനിന്നിരുന്നത്. ഇവരുടെ കീഴിൽ വന്നിട്ടും ഈ വ്യവസ്ഥയ്ക്ക് എന്ത് ചെയ്തിട്ടില്ല? മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. സ്ത്രീ പദവിക്ക് ചെറിയ മാറ്റം വന്നതായി ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. സ്ത്രീകളുടെ പദവിക്ക് ചെറിയ ഇത് വന്നതായിട്ട്, അതായത് എന്തോ ഒരു ചെറിയ അതായത് ആ പറഞ്ഞല്ലോ നമ്മുടെ ഇൽത്തുമിഷിൻ്റെ മോള് രാജ്ഞി എന്നുള്ളൊരു പൊസിഷനിലോട്ട് നോമിനേറ്റ് ചെയ്യുന്ന രീതിക്ക് വരെ വന്നിട്ടുണ്ട്. പുള്ളിക്കാരി ഒരു 2-3 വർഷം എന്ത് ചെയ്തിട്ടുണ്ട്? ഭരിച്ചിട്ടുമുണ്ട്. എന്ന് പറയുന്നത് സ്ത്രീകളുടെ പദവിക്ക് മാറ്റം ചെറുതായിട്ട് വന്നതായിട്ട് ചിലർ അഭിപ്രായപ്പെടുന്നതിന് നമുക്ക് യോജിക്കാം. അവരെ രാജ്ഞിയായില്ല, അതുകൊണ്ടായിരിക്കും. സ്ത്രീയുടെ സ്വത്തിന്മേലുള്ള അവകാശത്തിലാണ് പുരോഗമനപരമായ ഈ മാറ്റം കാണാൻ കഴിയുന്നത്. സ്വത്തിനുമേൽ ആർക്ക് അധികാരം? സ്ത്രീക്ക് അധികാരം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു പുരോഗമന ആശയം ഉള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ ജാതി വ്യവസ്ഥ തദ്ദേശീയരും ഇസ്ലാം മത വിശ്വാസികളും തമ്മിലുള്ള ഇടപെടലിനെ പരിമിതപ്പെടുത്തിയില്ല. ജാതി വ്യവസ്ഥ തദ്ദേശീയരും ഇസ്ലാം മത വിശ്വാസികളും തമ്മിലുള്ള ഇടപെടലിനെ പരിമിതപ്പെടുത്തിയില്ല. സൈന്യത്തിൻ്റെയും ഭരണത്തിൻ്റെയും നേതാക്കൾ
പലപ്പോഴും ഹിന്ദുമത വിശ്വാസികളായിരുന്നു. നമ്മൾ ആദ്യം പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആദ്യം ഒരു കാലഘട്ടമുണ്ട്, അതായത് ഈ 13-ാം നൂറ്റാണ്ടിന് മുമ്പ് ഉള്ള പഠിച്ചതാണ് ഈ പറഞ്ഞ ആര്, ദക്ഷിണേന്ത്യയിൽ ചോളന്മാർ, അതുപോലെ മധ്യ ഇന്ത്യയിൽ നമ്മുടെ ചാലൂക്യന്മാർ, പിന്നെ അതുപോലെ കുറേ കൂടെ കഴിയുമ്പോഴത്തേക്ക് ചാലൂക്യന്മാർ മാറ്റി പാലന്മാർ, അതുപോലെ എന്താണ് പ്രതിഹാരകന്മാർ, അതുപോലെ തന്നെ പിന്നെ ഉണ്ടായിരുന്നല്ലേ രാഷ്ട്രകൂടന്മാർ, അങ്ങനെ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവരെല്ലാം ഉണ്ടാക്കിയിരുന്ന നമ്മൾ അവരുടെ സാഹിത്യം കല ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ക്ഷേത്രങ്ങളാണ് കൂടുതലും പണിതിരുന്നത്. അതായത് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് ഈ പറഞ്ഞ ഹൈന്ദവ വിശ്വാസത്തെ ആയിരുന്നു. ഓക്കെ, ഹിന്ദു മതത്തിലാണ് ഇവർ കൂടുതൽ എന്ത് ചെയ്യുന്നത്, അടിയുറച്ച് വിശ്വസിക്കുന്നത്. ശൈവ വൈഷ്ണവ ക്ഷേത്രങ്ങൾ, ജൈനമത ക്ഷേത്രങ്ങൾ, ബുദ്ധമത ക്ഷേത്രങ്ങൾ അതൊക്കെ അവർ നിർമ്മിച്ചതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്തുവാണ് ഈ പറയുന്ന മുസ്ലിം വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളും കെട്ടിടങ്ങളുടെയും കാര്യം മെൻഷൻ ചെയ്യുന്നില്ല. ഇനി ഈ 13-ാം നൂറ്റാണ്ട് ആ കാലഘട്ടത്തിൽ, അതായത് 1206 to 1526 വരെയാണ് നമ്മുടെ സൽത്തനത്ത് കാലഘട്ടം. ആ കാലഘട്ടത്തിൽ വന്നപ്പോഴും ഇന്ത്യയിൽ താമസിക്കുന്നതിൽ ഭൂരിഭാഗം പേരും ആരാണ്, ഈ പറയുന്ന ഹിന്ദുമത വിശ്വാസികളാണ്. അപ്പോൾ ഇവരെന്താണ്, ഈ പറഞ്ഞ സുൽത്താൻമാർ എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരികളാണ്. എന്നിട്ടും ഇവർ, അതായത് ഈ രണ്ട് ജാതി വ്യവസ്ഥയിൽ ഉൾപ്പെട്ടവരായിട്ട് കൂടിയും ഇവർ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന്. വ്യവസ്ഥ തദ്ദേശീയരും ഇസ്ലാം മത വിശ്വാസികളും തമ്മിലുള്ള ഇടപെടലിനെ എന്ത് ചെയ്തിട്ടില്ല, പരിമിതപ്പെടുത്തിയിട്ടില്ല. അതായത് അവർ തമ്മിൽ പ്രത്യേകിച്ച് കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ലെന്ന്. ജാതി വ്യവസ്ഥയുടെ പേരിൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വേർതിരിവ് ഉണ്ടായിരുന്നില്ല. സൈന്യത്തിൻ്റെയും ഭരണത്തിൻ്റെയും നേതാക്കൾ ആര് തന്നെയായിരുന്നു, ഈ പറയുന്ന ഹിന്ദുമത വിശ്വാസികളായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി പ്രാചീന ഇന്ത്യ സുൽത്താൻ ഭരണത്തിൽ ജാതി വ്യവസ്ഥയുടെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു? ഇവിടെ ഉണ്ട്. ജാതി വ്യവസ്ഥ രണ്ട് സ്ഥലത്തും ഉണ്ട്. ഇനി സ്ത്രീ പദവി, പ്രാചീന ഇന്ത്യയിൽ സ്ത്രീ പദവിയെ പറ്റി വല്ലതും മെൻഷൻ ചെയ്യുന്നുണ്ടോ? സ്ത്രീകളുടെ പ്രത്യേകിച്ച് ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. ഇവിടെ സുൽത്താൻ ഭരണത്തിൽ സ്ത്രീ പദവിയിൽ എന്തോ ഒരു ചെറിയ മാറ്റം വന്നെന്ന് മാത്രം പറയുന്നുണ്ട്. അഡീഷണൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കിക്കോട്ടെ. ഇതെന്തോ ഒരു 1 or 2 തവണ കൃഷിയുടെ കാര്യവും കണ്ടാണ്. ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഇവിടെ എന്താണ്, സാമൂഹിക ഘടനയ്ക്ക് അടിസ്ഥാനപരമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. എന്ന് വെച്ചാൽ എന്താണ്, ജാതി വ്യവസ്ഥ അവിടെ ഉണ്ടായിരുന്നെന്ന്. ഇനി സ്ത്രീ പദവി, സ്ത്രീകൾക്ക് ഭരണത്തിൽ സ്ഥാനം ഉണ്ടായിരുന്നില്ല. ഇവിടെ സ്ത്രീകൾക്ക് എന്താണ്, പദവിയിൽ ചെറിയ മാറ്റം വന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, കൂടുതൽ മീൻസ് കൂടുതൽ കഥയൊന്നും കൊടുത്തിട്ടില്ല. ഇനി എന്ത് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ? വേറെ വല്ലതും ഉണ്ടോ? പ്രാചീന ഇന്ത്യയിലെ സാമൂഹിക ജീവിതത്തെ ചുവടെ തന്നിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എഴുതിയല്ലോ. ഇനി സാംസ്കാരിക, അതായത് ഇനി സാംസ്കാരികമായിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. നോക്കാം. സാംസ്കാരിക ജീവിതം. നിങ്ങൾക്ക് പരിചയമുള്ള ചില സംഗീത ഉപകരണങ്ങളുടെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. ഇവയുടെ പേര് കണ്ടെത്താമോ? ഏതൊക്കെയാണിത്? ഇത് തബല, ഇതെന്തുവാ, സിത്താറാണ്. ഓക്കെ, ഡൽഹിയിൽ സുൽത്താൻമാരുടെ കാലത്ത് ആണ് ഈ സംഗീത ഉപകരണങ്ങൾ ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ ഈ പറയുന്ന ഡൽഹി സൽത്തനത്ത് കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഉപകരണങ്ങൾ അഥവാ തബല, സിത്താറൊക്കെ ഇന്ത്യയിലേക്ക് വന്നത്. ഇത്തരത്തിൽ സുൽത്താൻ ഭരണം ഇന്ത്യയുടെ സാംസ്കാരിക ജീവിതത്തെ ശക്തമായി സ്വാധീനിച്ചു. സാംസ്കാരികമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ജീവിതത്തെ, ഇന്ത്യയുടെ സാംസ്കാരിക ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ച ഒരു കാലഘട്ടം കൂടിയാണ് ഈ പറയുന്ന സുൽത്താൻ ഭരണകൂടം എന്ന് അല്ലെങ്കിൽ സൽത്തനത്ത് കാലഘട്ടം എന്ന് പറയാം. ഓക്കെ, ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലും ജനജീവിതത്തിന്റെ വിവിധ മേഖലകളിലും വ്യത്യസ്ത രീതിയിലായിരുന്നു സുൽത്താൻ ഭരണം സ്വാധീനം ചെലുത്തിയത്. അതായത് പല മേഖലയിൽ ഇത് പല രീതിയിലാണ് എന്ത് ചെയ്തെടുക്കുന്നത്, സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. മാത്രമല്ല ഇത് പൊടുന്നനെ സംഭവിച്ചതുമായിരുന്നില്ല. ഇത് പെട്ടെന്നുള്ളൊരു ചേഞ്ച് അല്ല. ഇത് പതുക്കെയാണ് എന്ത് ചെയ്തത്, ഈ മാറ്റം വന്ന് ഫുള്ള് മാറി വന്നുകൊണ്ടിരുന്നത്. മറിച്ച് ദീർഘനാളത്തെ പരസ്പര ബന്ധത്തിലൂടെയാണ് രണ്ട് സംസ്കാരങ്ങളുടെയും സമന്വയം രൂപപ്പെട്ടത്. ഇതിന്റെ കാര്യം നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്. അതായത് അതിപ്പം വാസ്തുവിദ്യാ രീതിയിലായാലും നമ്മളും അവരും തമ്മിലുള്ളൊരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു വാസ്തുവിദ്യാ രീതിയുണ്ട്. മ്യൂസിക്കിലായാലും അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്ത് കമ്പൈൻഡ് ആയിട്ടുള്ള പല രീതികളും എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്നുള്ള മാറ്റമല്ല, പതുക്കെ ഉണ്ടായ ഒരു മാറ്റമാണ്. അത് ചിലപ്പോഴൊക്കെ ഉയർച്ച താഴ്ചകൾ സംഭവിച്ചിട്ടുമുണ്ട്. ഈ പറഞ്ഞ ഈ സമന്വയം ഇല്ലേ, സംസ്കാരങ്ങളുടെ സമന്വയത്തിൽ ചില കേസുകളിൽ അവരുടെ സംസ്കാരത്തിന് കൂടുതൽ പ്രയോറിറ്റിയും നമ്മുടെ സംസ്കാരത്തിന് പ്രയോറിറ്റി കുറവുമായിരിക്കും. ചില കേസുകളിൽ നമ്മുടെ സംസ്കാരത്തിന് പ്രയോറിറ്റി കൂടുതലും അവരുടെ സംസ്കാരത്തിന് പ്രയോറിറ്റി കുറവ്. അങ്ങനെ ഒരു രീതിക്കാണ് ഈ പറഞ്ഞ സാംസ്കാരിക സമന്വയം നടന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, സംഗീതത്തിന് പുറമെ വാസ്തുവിദ്യ, സാഹിത്യം എന്നീ രംഗങ്ങളിലും ഈ സ്വാധീനം കാണാൻ കഴിയും. സംഗീതത്തിൽ മാത്രമല്ല വാസ്തുവിദ്യയിലും അതുപോലെ സാഹിത്യത്തിലും കാണാൻ പറ്റും. ഇത് നമ്മൾ ഡീറ്റെയിലി നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്തേക്കണം. ഞാൻ വീണ്ടും പറയുവാണ്, കാര്യം ഇത് റിവിഷൻ പോലാണ് പോകുന്നത്. നമ്മൾ സൽത്തനത്ത് ഓൾറെഡി പഠിച്ചതാണ്, 7ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും പറയാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്നീ രംഗങ്ങളിൽ ഈ സ്വാധീനം കാണാൻ കഴിയും. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കുത്തബ് മീനാർ, തുഗ്ലക്കാബാദ് കോട്ട, ഹോസ് ഖാസ്
സമുച്ചയം, അതുപോലെ എന്താണ് ലോധി പൂന്തോട്ടം എന്നിവ വാസ്തുവിദ്യാ രംഗത്തെ സംഭാവനകൾക്ക് ചില ഉദാഹരണമാണ്. അതായത് ഇവർ ഈ പറഞ്ഞ സൽത്തനത്ത് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ നിർമ്മിതികളാണ് ഇതൊക്കെ. ഈ കുത്തബ് മിനാറും അതുപോലെ തുഗ്ലക്കാബാദ് കോട്ട, അതുപോലെ ഹോസ് ഖാസ് സമുച്ചയം, ലോധി പൂന്തോട്ടം എന്നൊക്കെ പറയുന്നത് എന്താണ് വാസ്തുവിദ്യാ രംഗത്തെ സംഭാവനകളാണ്. ഓക്കെ, ഇത് ഏത് ശൈലിയാണ്, എന്ത് ശൈലിയിലാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അറബി ഭാഷയിൽ ഇക്കാലത്ത് നിരവധി കൃതികൾ രചിക്കപ്പെടുകയും ഇന്ത്യയിൽ നിന്നും ചില ശാസ്ത്ര ഗ്രന്ഥങ്ങളും ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളും അറബിയിലേക്ക് തർജ്ജിമ ചെയ്യപ്പെടുകയും ഉണ്ടായി. അപ്പോൾ അറബി ഭാഷയിലാണ് എന്ത് ചെയ്തേക്കുന്നത്, കൂടുതൽ കൃതികളും ഈ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മുടെ പല ഗ്രന്ഥങ്ങളും ശാസ്ത്ര ഗ്രന്ഥങ്ങളും ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അറബി ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. തുർക്കികളുടെ വരവോടെ പേർഷ്യൻ ഭാഷ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. തുർക്കികൾ ഇന്ത്യയിൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്ക് വന്നവരാണ് ഈ തുർക്കികളെന്ന് പറയുന്ന അവരെ വരവോടുകൂടി എന്ത് പറ്റി, പേർഷ്യൻ ഭാഷ ഇന്ത്യയിൽ കടന്നു വന്നു. പേർഷ്യൻ ഭാഷയിൽ മനോഹരങ്ങളായ കൃതികൾ രചിച്ച സാഹിത്യകാരനായിരുന്നു അമീർ ഖുസ്രു. പുള്ളിയെ കേട്ടിട്ടുണ്ടോ? അമീർ ഖുസ്രു ഫേമസ് ആയിട്ടുള്ള ഒരു നമ്മുടെ എന്തുവാണ് സൽത്തനത്ത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു കവിയാണ് അമീർ ഖുസ്രു എന്ന് പറയുന്നത്. ചരിത്രരചനയും ഇക്കാലത്ത് ഒരു പ്രമുഖ ശാഖയായി വളർന്നു. ഇത് അമീർ ഖുസ്രു എന്ന് പറയുന്ന ആരാണ്? സാഹിത്യകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഖവായി എന്ന് പറയുന്നൊരു ശൈലിയെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ പുള്ളി ഉറുദു ഭാഷയുടെ പിതാവെന്നോ അങ്ങനെ എന്തോക്കെ കുറച്ച് വിശേഷണങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ചരിത്രരചനയും എന്തായി ഈ കാലഘട്ടത്തിൽ ഒരു പ്രമുഖ ശാഖയായിട്ട് വളർന്നു. സാഹിത്യം മാത്രമല്ല ചരിത്രരചനയും ഒരു ഇതായിട്ട് വന്നു. അതുപോലെ തന്നെ എന്താണ്, ഒരുപാട് ശാസ്ത്രകൃതികളും അതുപോലെ ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വിവർത്തനം ചെയ്തു. എങ്ങോട്ട്? ഈ പറയുന്ന മറ്റ് ഭാഷകളിലേക്ക്, അറബി ഭാഷയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തർജ്ജിമ ചെയ്തിട്ടുണ്ട്. തുർക്കികളുടെ ഇന്ത്യയിലേക്കുള്ള വരവ് പേർഷ്യൻ ഭാഷ ഇന്ത്യയിൽ വ്യാപിക്കുന്നതിന് കാരണമായെന്ന് പറയുന്നുണ്ട്. പിന്നെ ആരാ? സിയാവുദ്ദീൻ ബറാനി സുൽത്താൻ ഭരണകാലത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ ഒരു ചരിത്രകാരനായിരുന്നു. ആരാണ്? സിയാവുദ്ദീൻ ബറാനി എന്ന് പറയുന്നത്. ഓക്കെ, സിയാവുദ്ദീൻ ബറാനി. ഈ പേരുകളുടെ ചിലപ്പം പ്രൊനൗൺസിയേഷനിൽ ചെറിയ വ്യത്യാസം കാണുന്നേ ഉള്ളേ. ഒരേ ആൾക്കാരുടെ പേരായിരിക്കും, പറയുമ്പോൾ ചെറിയൊരു ചേഞ്ച് കാണും. അതായത് അങ്ങനെ ഒരു ഇത് ഉണ്ട്. ഓക്കെ, ബാക്കി വായിച്ചു നോക്കാം. ഉറുദു ഭാഷയും അമീർ ഖുസ്രുവും ഡൽഹിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ സംസാര ഭാഷയായിരുന്നു. ഹിന്ദാവിയും വിദേശ ഭാഷയായ പേർഷ്യൻ്റെയും സംയോജനത്തിലൂടെയാണ് ഈ പറഞ്ഞ ഉറുദു ഭാഷ വികാസം പ്രാപിച്ചത്. എങ്ങനെയാണ്? ഡൽഹിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ സംസാര ഭാഷയായിരുന്ന ഹിന്ദാവിയുടെയും അതുപോലെ ഏത് ഭാഷയുടെയും വിദേശ ഭാഷയായ പേർഷ്യൻ്റെയും സംയോജനത്തിലൂടെയാണ് ഉറുദു ഭാഷ എന്ത് ചെയ്തത്, വികാസം പ്രാപിച്ചതെന്നാണ് പറയുന്നത്. ഉറുദു ഭാഷയുടെ വികാസത്തിൽ മധ്യകാല ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രശസ്ത കവി അമീർ ഖുസ്രു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. അപ്പോൾ ഉറുദു ഭാഷയുടെ വികാസത്തിന് വളരെയധികം പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് അമീർ ഖുസ്രു എന്ന് പറയുന്നത്. ഒരിക്കൽ ഇദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? 2 കാരണങ്ങളാൽ ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഒന്നാമതായി, ഇന്ത്യ എൻ്റെ ജന്മഭൂമിയാണ്. ജന്മനാടിനെ സ്നേഹിക്കുക എന്നത് ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. രണ്ടാമതായി, ഇന്ത്യ ഒരു സുന്ദര ലോകമാണ്. ഖുറാസനേക്കാൾ സുന്ദരമാണ് ഇവിടുത്തെ കാലാവസ്ഥ. വർഷം മുഴുവൻ പൂക്കളും ഹരിതാഭയും നിറഞ്ഞതാണ് ഇവിടുത്തെ ഭൂപ്രകൃതി. അപ്പോൾ അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞേക്കുന്ന ഒരു കണ്ടന്റാണ്. സുൽത്താൻ ഭരണകാലത്തെ സാംസ്കാരിക സംഭാവനകൾ ഇന്ത്യയുടെ സംസ്കാരത്തിൽ ഇപ്പോഴും എത്രമാത്രം പ്രതിഫലിക്കുന്നു എന്ന വിഷയത്തിൽ, അതായത് നമ്മളിപ്പോൾ നോക്കിയാൽ ഈ പറയുന്ന നിർമ്മിതികളൊക്കെ കാണാൻ പറ്റും. അതായത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ സൽത്തനത്ത് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നിർമ്മിതികളൊക്കെ കറൻലി ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന കേസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ എഴുതിയേക്കുന്നത്? ഗുപ്ത ഭരണത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയിൽ ഭരണപരമായി ശ്രദ്ധേയമായ ഇടപെടലുകൾ നടന്നത് ഡെക്കാനിലും തെക്കേ ഇന്ത്യയിലുമായിരുന്നു. നമ്മൾ ആദ്യം ഗുപ്തകാല ഭരണഘട്ടം പഠിച്ചല്ലോ. ഗുപ്തകാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഗുപ്ത ഭരണത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയിൽ ഭരണപരമായി ശ്രദ്ധേയമായ ഇടപെടലുകൾ നടന്നത് ഡെക്കാനിലും തെക്കേ ഇന്ത്യയിലുമാണ്. ഡെക്കാൻ പ്രദേശത്തെ ഭരണാധികാരികളുടെ കാര്യവും തെക്കേ ഇന്ത്യയുടെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു. ഓക്കെ, ഇവിടങ്ങളിൽ ചെറു രാജ്യങ്ങളുടെ സ്ഥാനത്ത് വലിയ ഭരണകൂടങ്ങൾ നിലവിൽ വന്നു. പ്രാദേശിക സംസ്കാരങ്ങൾ ശക്തിപ്പെട്ടു. വ്യക്തിയാധിഷ്ഠിതമല്ലാത്ത രാജഭരണം ആവിർഭവിച്ചു. 8ാം നൂറ്റാണ്ടിൽ അറബികൾ, അതായത് ആദ്യം പറഞ്ഞ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചെറു രാജ്യങ്ങളുടെ സ്ഥാനത്ത് വലിയ ഭരണകൂടങ്ങൾ നിലവിൽ വന്നു. പ്രാദേശിക സംസ്കാരങ്ങൾ ശക്തിപ്പെട്ടു. വ്യക്തിയാധിഷ്ഠിതമായ അല്ലാത്ത രാജഭരണം ആവിർഭവിച്ചു. 8ാം നൂറ്റാണ്ടിൽ അറബികൾ സിന്ധ് കൈവശപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് തുർക്കികൾ കടന്നു വരികയും ഏകദേശം 300 വർഷക്കാലം ഇന്ത്യ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിന് കീഴിലാകുകയും ചെയ്തു. ഈ കാലത്ത് ഏകീകൃതവും സ്ഥിരത
ചിട്ടയാർന്നതുമായ ഒരു ഭരണക്രമത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിക്കൂ. അതായത് ഇവരുടെ ഭരണം, അതായത് ഈ പറഞ്ഞ സൽത്തനത്ത് കാലഘട്ടത്തിലെ ഭരണം കുറച്ചുകൂടെ ഏകീകൃതമായിട്ടുള്ള ഒരു ഭരണ രീതിയാണ് നിലവിൽ വന്നിരുന്നതെന്നാണ് പറയുന്നത്. സാംസ്കാരിക വിനിമയത്തിന്റെയും സമന്വയത്തിന്റെയും കാലം കൂടിയായിരുന്നു ഇത്. അതായത് എന്താണ്, സാംസ്കാരികമായിട്ടും ഒരു പുതിയൊരു രീതി വന്നു. അതുപോലെ വിനിമയം, അതായത് നമ്മുടെ എന്താണ് പണത്തിന്റെ കേസിലായാലും അങ്ങനെയാണ്, സാംസ്കാരിക വിനിമയത്തിന്റെയും സമന്വയത്തിന്റെയും, അതായത് നമ്മുടെ കൾച്ചറും അവരുടെ കൾച്ചറും തമ്മിലൊരു സമന്വയം ഉണ്ടായ ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ പറയുന്ന സുൽത്താൻമാരുടെ കാലഘട്ടം. അപ്പോൾ എന്താ, സുൽത്താൻ ഭരണം ഇന്ത്യയുടെ ഭരണക്രമത്തിലും സാംസ്കാരിക ജീവിതത്തിലും ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച്, അതായത് ഇത് സാംസ്കാരിക ജീവിതത്തിൽ ഇവരെന്ത് ചേഞ്ച് വരുത്തി, ഇവരുടെ കുറേ സംഗീതവുമായി ബന്ധപ്പെട്ടിട്ട് ഇവരുടെ കുറേ ശൈലികളും അതുപോലെ തന്നെ ഇവരുടെ കുറേ വാദ്യോപകരണങ്ങളും ഒക്കെ നമ്മുടെ ഇന്ത്യയിലെത്തി. അതോടൊപ്പം തന്നെ എന്തുവാണ്, പല ഭാഷകൾ ഇന്ത്യയിലെത്തി. ഇന്ത്യയിൽ എഴുതപ്പെട്ട പല കൃതികളും സംസ്കൃതത്തിലോ മറ്റിലോ ഒക്കെ എഴുതിയിട്ടുള്ള കൃതികൾ ഇവരുടേതായ ഭാഷയിൽ എന്ത് ചെയ്തു, തർജിമ ചെയ്തു. ഇപ്പോൾ തർജിമ ചെയ്ത് അറബിയിലോട്ടൊക്കെ തർജിമ ചെയ്യുമ്പോൾ അറബി അറിയാവുന്നവർക്കെല്ലാം എന്ത് ചെയ്യൂടെ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു ശാസ്ത്രശാഖയാണ് എന്ത് ചെയ്യുന്നത്, വികസിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ എന്തുവായിരുന്നു, ഇവരുടെ കെട്ടിട രീതി, ഈ പറയുന്ന ഗോതിക് ശൈലിയോ അങ്ങനെ എന്തുവാ പറയുന്നത്. അപ്പോൾ ആ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദ്രാവിഡ ശൈലിയും അവരുടെ ശൈലിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടൊക്കെ വന്നിട്ടുള്ള കുറേ ശൈലിയിൽ കുറേ പ്രത്യേക തരത്തിലുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണവും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോഴും നമ്മുടെ ചരിത്ര സ്മാരകങ്ങളായിട്ട് നിലനിൽക്കുന്ന കേസുകളാണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. ഇതിനകത്ത് എന്തുവാ, നമ്മൾ ആകെ ഈ പറയുന്ന ഡൽഹി സൽത്തനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. 1206 to 1526 വരെ ഡൽഹിയിൽ ഭരണം നടത്തിയത് സുൽത്താൻമാരായിരുന്നു. ആ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ആ ഭരണകാലഘട്ടത്തെയാണ് നമ്മൾ സൽത്തനത്ത് കാലഘട്ടം എന്ന് പറയുന്നത്. അറബികളുടെ ചിന്താക്രമമാണ് ഇതിലേക്ക് വഴിതിരിച്ചതെന്ന് പറയുന്നുണ്ട്. അത് എന്തുവാണ്, ഡൽഹിയിൽ സൽത്തനത്ത് കാലഘട്ടത്തെ രാജാക്കന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവായിട്ട് 5 പേരാണുള്ളത്. ഏതൊക്കെയാണ്, മാംലൂക്ക് വംശം, ഖൽജി വംശം, തുഗ്ലക്ക്, സെയ്ദ്, ലോധി എന്നിങ്ങനെ 5 വംശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അലാവുദ്ദീൻ ഖൽജിയുടെ കാര്യം, അദ്ദേഹത്തിൻ്റെ കമ്പോള നിയന്ത്രണത്തെ പറ്റി പറഞ്ഞു. പിന്നെ അവിടെ നിലനിന്നിരുന്ന സ്ത്രീകൾക്ക് ചെറിയ രീതിക്ക് ഒരു സാമൂഹിക പദവി ലഭിച്ചു. റസിയ സുൽത്താൻ അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ എന്തുവാണ്, ഭൂമിയുടെ അധികാരമാണ് മെയിനായിട്ട് ലഭിച്ചത് എന്ന് പിന്നീട് പറയുന്നുണ്ട്. പിന്നെ എന്തുവായിരുന്നടെ, പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന ആളായിരുന്നു. നമ്മുടെ സാമ്പത്തിക ജീവിതത്തിലേക്ക് പോയി. മെയിനായിട്ട് കൃഷിയായിരുന്നു. കൃഷിയിൽ മിച്ചോൽപാദനം ഉണ്ടാകുന്നു, വാണിജ്യവൽക്കരണം ഉണ്ടാകുന്നു, നഗരവൽക്കരണം ഉണ്ടാകുന്നു. രഹത്ത് ജലസേചന സമ്പ്രദായം എന്ന് പറയുന്ന ഈ കൃഷിഭൂമിയിലേക്ക് ജലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ജലസേചന സമ്പ്രദായമാണ്. പിന്നെ ഇക്ത എന്ന് പറയുന്നത് വേതനത്തിന് പകരം ഭൂമി പതിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ്. പക്ഷേ ആ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന നികുതിയുടെ ഒരു ഭാഗം ആർക്ക് കൊടുക്കണം, അത് സുൽത്താൻമാർക്ക് നേരിട്ട് കൊടുക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞു. പിന്നെ എന്തുവായിരുന്നു, അവിടെ നിന്ന് മെയിനായിട്ട് ചെയ്തിരുന്ന ഈ കൃഷി ഇതരമായിട്ട് നമ്മൾ കുറേ കരകൗശല പരിപാടികളും അതുപോലെ തന്നെ കൈത്തൊഴിലുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമൂലം നമുക്ക് ഒരുപാട് കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനും പണവിനിമയ വ്യവസ്ഥ ആരംഭിച്ച ഒരു കാലഘട്ടം കൂടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോയി, നമ്മൾ സാമൂഹിക സ്ഥിതി എങ്ങനായിരുന്നു, അതായത് സുൽത്താൻമാർക്കും മുഖ്യപ്രഭുക്കന്മാർക്കും മുക്തം എന്നറിയപ്പെടുന്ന ഗ്രാമത്തലവൻ പിന്നെ ചെറുകിട പ്രഭുക്കന്മാർ എന്നിവർക്കായിരുന്നു കൂടുതൽ സമൂഹത്തിൽ ബെറ്റർ ആയിട്ടുള്ളൊരു സ്ഥിതി ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്തായിരുന്നു, വളരെ താഴേക്കിടയിലായിരുന്നു എന്നുള്ളതാണ്. അത് ആ സ്ഥിതിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ എന്താണ്, ജാതീയ വ്യവസ്ഥ ഇങ്ങനെ ഉണ്ടായിരുന്നു എങ്കിലും ഇവരുടെ ഈ പറയുന്ന ഇസ്ലാം മത വിശ്വാസികളും നമ്മുടെ ഹിന്ദു മതവിശ്വാസികളും തമ്മിൽ പ്രത്യേകിച്ച് ഒരു സ്പർദ്ധയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഒന്നിച്ച് ജോയിൻ ആയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ പരിപാടികളിൽ ഏർപ്പെട്ടിരുന്നത്. അതും അവർ പറയുന്നുണ്ട്. പിന്നെ അവരുടെ സാംസ്കാരിക ജീവിതത്തിൽ ഈ പറയുന്ന കണക്ക് വാദ്യോപകരണങ്ങളുടെ കാര്യത്തിലായാലും അതുപോലെ ഉറുദു ഭാഷയുടെ ആവിർഭാവത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ എന്താണ്, വാസ്തുവിദ്യാരംഗത്തും സാഹിത്യരംഗത്തും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ ഇവരുടെ സംസ്കാരത്തിൻ്റെ ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അറബി ഭാഷയുടെ വളർച്ചയുടെ ഒരു കാര്യമാണ്. നമ്മുടെ കൃതികളൊക്കെ അവർ അറബി ഭാഷയിലോട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്, അഥവാ തർജ്ജിമ ചെയ്തിട്ടുണ്ട്. പിന്നെ പേർഷ്യൻ ഭാഷ, തുർക്കികളുടെ വരവ് മൂലം പേർഷ്യൻ ഭാഷയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ പ്രചാരം നേടിയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ പറഞ്ഞു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. അതോടുകൂടി ഇത് വൈൻഡപ്പ് ചെയ്യുവാണ് ഗായ്സ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ ലേണിംഗ് വിത്ത് മീ.